കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വളരെ പ്രായം കുറഞ്ഞ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ, ഈ പണം ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ശ്രമിക്കുന്ന ആളുകൾ വളരെ സംഘടിതമായി കേരളത്തിൻ്റെ പല നഗരങ്ങളിലും നാട്ടുമ്പുറങ്ങളിലൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാര്യം നമ്മുടെ സത്യം പറഞ്ഞാൽ അമ്മമാരൊക്കെ ഇപ്പോൾ വല്ലാത്ത ഒരു ടെൻഷനിലാണ്. പണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളെ പടിയിറങ്ങി പോകുന്ന മാത്രമേ അവർ നോക്കൂ. പിന്നെ അവർ വാതിലങ്ങ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വരുന്നൊരു സമയത്ത് മാത്രമേ വാതിൽ തുറക്കൂ. ബെല്ല് കേട്ടാലാണ് തുറക്കുക. ഇന്ന് അങ്ങനെയല്ല, അവർ വാതിലടയ്ക്കുന്നില്ല. അവർ പുറത്തിറങ്ങി വഴിക്കണ്ണുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം ഈ സ്കൂൾ വരാന്തകളിലൊക്കെ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട, അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി, അവർ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ചില ചോക്ലേറ്റിലൊക്കെ തന്നെ ഈ ലഹരി കലർത്തി വഴിയെ പോകുന്ന കുട്ടികൾക്ക് സന്തോഷത്തോടെ വെച്ച് നീട്ടും. 2-3 തവണ നിർബന്ധിക്കുമ്പോൾ കുട്ടി ഈ മിഠായിയോടുള്ള താല്പര്യം കൊണ്ട് വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ 3-4 തവണയാകുമ്പോൾ ഈ ലഹരി ലേശം ഒരു അഡിക്ഷനായി മാറുകയും അങ്ങനെ ഇവർ മാരകമായ MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ പരീക്ഷിക്കാൻ ഈ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ഏറ്റവും അവസാനം ഈ കുട്ടികളിത് കഴിക്കുന്നത് മാത്രമല്ല, ഇവർ തന്നെ ഇതിൻ്റെ വിൽപ്പനക്കാരായി മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, പണ്ടൊക്കെ ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വരുന്ന റിപ്പോർട്ടുകൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയും നമ്മളെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണോ നമ്മുടെ കേരളം? നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പച്ചപ്പുള്ള മണ്ണ്, നമുക്ക് പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട്, 44 നദികളും പുഴകളും ഒക്കെ ഒഴുകുന്ന മണ്ണ്. അപ്പോൾ ഈ പുഴകളും നദികളും അമ്പരപ്പിച്ചൊരു മണ്ണിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ശർക്കര ദേവീക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രേം നസീറിനെ പോലെ ശുദ്ധനായ മനുഷ്യനൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. മതത്തിനും ജാതിക്കും അപ്പുറം നിൽക്കുകയും ഈ ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ കൊടുക്കുകയൊക്കെ ചെയ്ത പ്രേം നസീറൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ജീവിക്കുന്നത്. എനിക്ക് ഏറ്റവും ആദരണീയനായ ഒരാളാണ് ഈ പ്രേം നസീർ എന്ന് പറയുന്നത്. ഞാൻ മാധ്യമ ജീവിതം ആരംഭിക്കുമ്പോഴൊക്കെ പ്രേം നസീർ രംഗത്തുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എനിക്കൊരിക്കലും നേരിട്ട് പരിചയപ്പെടാൻ പറ്റില്ല. ജീവിതത്തിലൊരു വലിയ നഷ്ടമായി കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം സിനിമയിൽ ആടിമുടി ജെൻറ്റിൽമാൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു പ്രേം നസീർ. കാരണം സാധാരണ ഒരു സിനിമാ നിർമ്മാതാവ് ഇപ്പോൾ ഒരു സിനിമ എടുത്ത് പൊട്ടിപ്പോയാൽ അതിലെ നായകനോട് മറ്റേ അങ്ങനത്തെ പൈസ എല്ലാം പോയി, എങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിനകത്ത് കയറിയിരിക്കുക, കാറും വീടും ഒക്കെ ജപ്തി ചെയ്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവൻ്റെ തലയിലെടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പം തന്നെ പറയുന്ന സിനിമാ നടന്മാരുള്ളൊരു നാട്ടിൽ പ്രേം നസീർ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. അസേ എന്നാണല്ലോ അതേ ആൾക്കാരെ വിളിക്കുക. നമുക്കൊരു അടുത്തൊരു പടം ചെയ്യണം, ഞാൻ തന്നെയാണ് നായകൻ, നിങ്ങൾ പണവും തരണ്ട, എന്നിട്ട് അത്യാവശ്യം പൈസയാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാം, അതൊക്കെ പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ ആദ്യം പടത്തിൻ്റെ പണികളൊക്കെ കൊടുക്കും. ശോഭന പരമേശ്വരൻ എന്നായിരുന്ന ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നസീറുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു പരമോണ്ണൻ. അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഈ ശോഭന പരമേശ്വരൻ നായർ കുറേ കാലം ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തിരുന്നു. അന്നൊക്കെ അദ്ദേഹം പ്രേം നസീറിനെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രശസ്ത കവിയും ഗാനരചയിതാവും ഒക്കെയായ ശിവകുമാരൻ തമ്പി മാഷ്, അദ്ദേഹം ശരിക്കും 25-26 വയസ്സുള്ളപ്പം ചെന്നൈയിൽ ഈ അവസരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പ്രേം നസീറിനെ പരിചയപ്പെട്ട് അദ്ദേഹം പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് കയറി കിടന്നോളാൻ പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ കഴിയൂ, കവിതയൊക്കെ എഴുതി പാട്ടൊക്കെ എഴുതി പോപ്പുലർ ആകുമ്പോൾ പുറത്ത് പോയാൽ മതി. അങ്ങനെ അവിടെ കയറി കിടന്നു. പ്രേം നസീർ സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് ശിവകുമാരൻ തമ്പി സാറിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ വളരെ സാധാരണഗതി നമ്മൾക്കൊരു മനുഷ്യനെ, ഒരു പ്രത്യേകിച്ച് പ്രശസ്തരായ ആളുകളെ, അവരോട് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ, സ്ക്രീനിലൊക്കെ കാണുമ്പോൾ അവരൊക്കെ നല്ല ആളുകളാണ്. പക്ഷേ നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് ഇവരിത്രയേ ഉള്ളായിരുന്നു എന്ന് തോന്നും. എന്നാൽ പ്രേം നസീർ അങ്ങനെ ആയിരുന്നില്ല. അടുക്കും തോറും കൂടുതൽ അത്ഭുതം ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു പിറവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ ശരിക്കും നമുക്കൊരു വ്യക്തി ദുഃഖം പോലെയായിരുന്നു അന്ന്. അപ്പം അതുപോലെ നമ്മുടെ ഇവിടുത്തെ GK പിള്ളച്ചേട്ടൻ, നിങ്ങൾക്കെല്ലാം അറിയാം, കനഗംഭീരമായ ശബ്ദത്തിൽ പ്രേം നസീർ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരുപാട് സംസാരിച്ചു. GK പിള്ളച്ചേട്ടൻ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞും നസീർ എന്ന് പറയുന്നൊരു വലിയ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പാദപതനങ്ങൾ കൊണ്ട് സമ്പന്നമായൊരു മണ്ണിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുമ്പോൾ നമുക്ക് ഈ മണ്ണിൽ ചില ഗുണങ്ങളുണ്ടായിരുന്നു. കേരളത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലെ അംഗങ്ങളും അയൽവാസികളും തമ്മിലൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്നു. ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, 20 മാസമേ കോവിഡ് ഉണ്ടായിരുന്നുള്ളൂ. ഈ കൊറോണ എന്ന് പറഞ്ഞാൽ ആ നെറികെട്ട വൈറസ് നമ്മുടെ മനസ്സിലേക്കും ചില വൈറസിനെ കയറ്റിവിട്ടിട്ടുണ്ട്. നമ്മൾ ചരിത്രം കോവിഡിന് മുൻപും പിൻപും എന്നാക്കി മാറ്റി. നമ്മൾ 20 മാസക്കാലം കോവിഡ് നമ്മൾക്ക് പിടിക്കുമോ, അയൽവാസി ഇത് കൊണ്ടുതരുമോ എന്ന് ഭയന്ന് നമ്മൾ വാതിൽ കുറ്റിയും കിട്ടു, ജനാല നമ്മൾ അടച്ചു പൂട്ടി, നമ്മൾ അതിനകത്ത് തന്നെ ഇരുന്നു. ഭക്ഷണം എനിക്കും എൻ്റെ പിള്ളേർക്കും കോവിഡ് വന്നില്ലെങ്കിൽ നാട്ടിൽ ആർക്ക് വന്നാലും പ്രശ്നമല്ല എന്നതിലും അടച്ചിരുന്നവരാണ് നമ്മൾ. എന്നാലും കോവിഡ് പോയി കഴിഞ്ഞ് നമ്മൾ ആ വാതിൽ തുറന്നില്ല, ജനാലയം തുറന്നില്ല. അയലത്ത് ആര് താമസിച്ചാലും നിലവിളിച്ചാലും നമ്മളത് ശ്രദ്ധിക്കാതെയായി. അങ്ങനെ അയൽവാസിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞുപോയി. അത് കാരണം അയലത്ത് ഈ MDMAയുമായിട്ട് ഒരുത്തൻ കടന്നു വന്നാലും നമ്മുടെ നാട്ടിടപഴകളിൽ വെച്ച് നമ്മൾ ഇങ്ങനെയുള്ള അപരിചിതരായ ആൾക്കാരെ കണ്ടാലും നമ്മൾ ചോദിക്കാതെയായി. അതൊക്കെ ഒരു വലിയ അപകടമായി നമ്മുടെ നാട്ടിൽ. നമ്മളൊരു പക്ഷേ
ഏറ്റവും ഓർക്കേണ്ട കാര്യം, ഒരു കാലത്ത് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ശാർക്കര ഭാഗത്ത് ഏതെങ്കിലും അപരിചിതരായ 2-3 ആളുകൾ 2 ദിവസം ചുറ്റിത്തിരിയുകയാണെങ്കിൽ അവരാരാണ് ഈ വന്നു പോകുന്നത്. അപ്പം നമ്മുടെ ബെന്നി ട്രാവൽസിലെ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. അദ്ദേഹം നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗിഫ്റ്റ് പദ്ധതിയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. അതിനിടെ ഞാൻ ഈ കാര്യം ഇതിൻ്റെ സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തട്ടെ. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അയലത്ത് നിങ്ങൾ അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിലുണ്ടാകും. അമേരിക്കയിലൊക്കെ മതിലുകളില്ല. നമ്മളിവിടെ 3 സെൻറ്റ് പുരയിടത്തിൻ്റെ അടുത്ത് 3 മതിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഈ മതിലുണ്ടാക്കിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് അത്യാവശ്യം ആവശ്യമൊക്കെ വരും. പക്ഷേ ഈ മതിലുകൾ നമ്മുടെ മനസ്സിലും കൂടെ വളരുമ്പോഴാണ് നമുക്ക് നമ്മളൊരു ദുഷ്ടബുദ്ധിയായിട്ട് മാറുക എന്ന് പറയുന്നത്. ബൈബിളിലൊരു വാക്യമുണ്ട്, അന്യരോട് കരുണ കാണിക്കുന്നവനെ ദൈവസഹായം ലഭിക്കാൻ അവകാശമുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അയൽവാസി ആരെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലം. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ പടപൊരുതാൻ പോകുന്നത് വളരെ കരുത്തരായ അന്തർദേശീയ തലത്തിൽ വേരിറങ്ങിയിട്ടുള്ള ഒരു വലിയ മാഫിയ സംഘത്തോടാണ്. ഈ കേരളത്തിലെ ആളുകളും വാറ്റുകാരും കള്ളവാറ്റുകാരും ഒന്നും അല്ല ശരിക്കും ഈ MDMA ഒക്കെ ഉണ്ടാക്കുന്നത്. അവരുടെ ഏജൻറ്റന്മാരാണ്. വലിയ ഈ അന്താരാഷ്ട്ര തലത്തിൽ വളർന്ന മാഫിയ സംഘത്തിൻ്റെ ഏജൻറ്റന്മാർ ഈ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലുണ്ട്, ആന്ധ്ര ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവർ ചില ഏജൻറ്റന്മാരെ ഉപയോഗിച്ച് നമ്മുടെ പള്ളിക്കൂടത്തിൻ്റെ വരാന്തയിലേക്ക് ഇത് വിടുക. അപ്പം യഥാർത്ഥത്തിൽ ഈ അധ്യാപകർക്ക് കുട്ടികളെ ശാസിക്കാൻ വയ്യ, അടിക്കാൻ വയ്യ എന്നൊക്കെ ഒരു അവസ്ഥ വന്നപ്പോൾ കുട്ടിയോടൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാൽ കുട്ടികൾ നേരായ വഴിക്ക് വരാൻ വേണ്ടി ചൂരലെടുക്കാം എന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചൂരലെടുക്കാം, ശാസിക്കാം. അധ്യാപകരൊക്കെ തന്നെ അധ്യാപക വൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അധ്യാപകർക്ക് ഇതിനിടയിൽ കാണുന്ന വിശ്വാസത്തിലാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ആദരവർഹിക്കുന്ന ജോലി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അധ്യാപകൻ. ഒരു ഗുരുവിനെ എവിടെ കണ്ടാലും നമ്മൾ മുണ്ട് മടക്കി കൊടുത്തിരിക്കാൻ നമ്മൾ മുണ്ടഴിച്ചിടും. അപ്പോൾ നമുക്ക് അത്ര ആദരവ് ഒരു അധ്യാപകനോടുണ്ട്. അപ്പോൾ അധ്യാപകൻ പറയുന്നതാണ് ആദ്യം, വീട്ടിലെ രക്ഷകർത്താക്കൾ പറയുന്നതാണ് ഒരു കുട്ടിക്ക് പ്രാധാന്യമെങ്കിൽ സ്കൂളിലേക്ക് അവൻ കടക്കുമ്പോൾ അധ്യാപകർ പറയുന്നതാവും അവൻ്റെ തിരുവചനം എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകർ കുട്ടികളെ ശ്രദ്ധിക്കണം. കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് ഈ MDMA ഒക്കെ കഴിച്ചു വരുന്ന ഒരു കുട്ടിയെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ കുട്ടിയുടെ കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല. നിങ്ങൾ കണ്ണിൽ നോക്കുകയെന്ന് വെച്ചാൽ സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ എളുപ്പ വഴി നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി ഒന്ന് സംസാരിച്ചാൽ മതി. അവരറിയാതെ കണ്ണങ്ങെടുക്കും. അതൊരു ടെസ്റ്റാണ്. എന്നും ഇനി നാളെ രാവിലെ അവന് കണ്ണി നോക്കി സംസാരിക്കുക എന്നും പറഞ്ഞ് ഇറങ്ങിക്കളയരുത്. കള്ളന്മാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള കുറുക്ക് വഴിയായിട്ട് എടുക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ണി നോക്കി സംസാരിച്ചാൽ മതി. കാര്യം കണ്ണി നോക്കുമ്പോണ്ടല്ലോ, ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴേ നമ്മളിങ്ങനെ കണ്ണെടുക്കും. അപ്പോൾ ഇത് ഇത് പഞ്ചസാര പോലെ ഒരു വെളുത്തൊരു പദാർത്ഥമാണ്. ഇതൊന്നും ഒരു രാസലഹരിയാണ്. ഇത് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വലിയ അപകടം. ഒരു 3-4 ദിവസമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുന്നിൽ നിൽക്കുന്ന അമ്മയാണോ അച്ഛനാണോ സഹോദരിയാണോ എന്ന് പറയില്ല. കൊച്ചു പിച്ചാത്തി എടുത്ത് പള്ളക്ക് കയറ്റാനൊന്നും അവന് യാതൊരു സങ്കടവും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമ്മുടെ ചെറിയ കുട്ടികൾ, അത് പെൺകുട്ടികൾ പോലും, പെൺകുട്ടികളും കലാകാരന്മാരും പാട്ടുകാരും ഒക്കെ തന്നെ ഇതിൽ അഡിക്റ്റ് ആയെന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. പിന്നെ ഒരു മണ്ടത്തരം കൂടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അത്യാവശ്യം കള്ളുകുടിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ ചാലക്കുടിക്കാരും കരുനാഗപ്പള്ളിക്കാരും തമ്മിൽ വലിയ മത്സരമായിരുന്നു ആരാ കൂടുതൽ കുടിക്കുന്നത് അറിയിക്കാൻ വേണ്ടി. ഓരോ വർഷവും അതിൻ്റെ മത്സരം നടക്കാറുണ്ട്. അത് ഞാൻ അതല്ല പറയാൻ പോകുന്നത്. അതായത് ഇതിന് ചില ധാരണാപേശികൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യമാണ്. അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കഞ്ചാവ് ചെടികൾ വളർത്തുന്നുണ്ട് ആൾക്കാർ. അത് ചില രാജ്യത്തും അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നിയമപരമായിട്ട് തന്നെ ആൾക്കാർ കഞ്ചാവ് ചെടി വളർത്താം. കഞ്ചാവ് ചില മരുന്നായിട്ടൊക്കെ ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ പല ഡോക്ടേഴ്സിനോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, നിങ്ങൾ കഞ്ചാവ് ഒരു ലഹരിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഈ ചില ആൾക്കാർ പറയുന്നു നമ്മൾ നല്ല പാട്ടുകാരനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ശക്തിയായിട്ട് പാടാൻ ഈ കഞ്ചാവ് വരും. നമ്മളൊരു നല്ല നടനാണെങ്കിൽ കൂടുതൽ അഭിനയം പുറത്തെടുക്കാൻ കഞ്ചാവ് ഉപയോഗിക്കാൻ പറ്റും. സിനിമയിലൊക്കെ തന്നെ ചില നടന്മാർ ഇത് വിശ്വസിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും നല്ല സിനിമയിലെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചത് അവർ നല്ല ഫസ്റ്റ് ക്ലാസ് കഞ്ചാവ് അടിച്ചിട്ട് വന്നപ്പോഴാണെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ ശുദ്ധ പോഷകം, ശുദ്ധം വിവരക്കേടും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ കാര്യമാണ്. അതുകൊണ്ട് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ആത്യന്തികമായ റിസൾട്ട് ഞാൻ പറയാം. വയസ്സാം കാലത്ത് ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് പോയാൽ ഒരു മരുന്നും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ഈ കഞ്ചാവും ഈ ലഹരിയും ഒക്കെ തന്നെ മനുഷ്യന് ഗുണം ചെയ്യുന്നതാണ് എന്ന പ്രചാരണ വേല ഇത് തന്നെ ഈ മാഫിയ സംഘം നടത്തുന്നതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. കാരണം അത്തരം ഒരു പ്രചാരണം നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്നുണ്ട്.
അപ്പോൾ അത് ശുദ്ധ മണ്ടത്തരമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനോട് ചോദിക്കുക. അതുപോലെ ഈ പ്രൊഫഷണൽ ഈ മെഡിക്കൽ രംഗത്തും അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇതിന് അഡിക്റ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇൻഷോർട്ട് പറഞ്ഞാൽ വല്ലാത്തൊരു സാഹചര്യം നിലനിന്നിരിക്കുകയാണ്. നമുക്ക് പ്രായമായവർ എന്തെങ്കിലും വിവരക്കേട് കാണിച്ചാൽ നമുക്ക് ഇനി അവൻ എത്ര കാലമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരൊന്നും അറിയാത്ത പ്രായത്തിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങളിലേക്ക് അവരെ സ്വാധീനിച്ചിറക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അമ്മമാർക്കൊക്കെ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ അതേസമയം നിങ്ങൾ ധൈര്യമായിട്ടൊരു കാര്യം വിശ്വസിച്ചോളൂ, ഈ പറയുന്ന എത്ര കൊടികെട്ടിയ മാഫിയ സംഘമാണെങ്കിലും അവൻ്റെ കടയറത്ത് വീഴ്ത്താൻ പറ്റുന്നൊരു പോലീസ് സംവിധാനം നമുക്കുണ്ട്. നല്ല മിടുക്കരായ പോലീസുകാർ നമ്മുടെ സേനയിലുണ്ട്. അതുപോലെ നല്ല എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പം തന്നെ ഈ മുഖ്യമന്ത്രി നല്ല കൃത്യമായിട്ട് രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലീസിന് അനുവാദം കൊടുക്കുകയും എക്സൈസിന് അനുവാദം കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങി. ഹോസ്റ്റൽ മുറികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന കഞ്ചാവ് പോലും എക്സൈസ് പിടികൂടി. നിങ്ങൾക്കറിയാം, കളമശ്ശേരിയിൽ പോളിടെക്നിക് കോളേജിൽ പഠിക്കാൻ വിട്ട കുട്ടികളാണ് അവിടെ ഈ കഞ്ചാവ് 2 കിലോ വെച്ചിട്ട് ബിസിനസ് നടത്തിയത്. അവർക്ക് പലപ്പോഴും സിനിമ കാണാൻ പോകാനും മറ്റതിനൊക്കെ പൈസ വേണം. അതിന് എളുപ്പ വഴി അവർ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കഞ്ചാവ് കച്ചവടം തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ആ കുട്ടികളുടെ പാർട്ടിയൊന്നും നമ്മൾ അന്വേഷിച്ച് നോക്കിയിട്ട് കാര്യമില്ല. കുട്ടികളാണ്, അവർക്ക് ഈ വിവേകം കുറവുള്ള ഒരു പ്രായത്തിൽ അവരിതൊക്കെ ചെയ്യും. കേരളത്തിലെ കോളേജുകളിലെ ഹോസ്റ്റൽ മുറികളിൽ പലയിടത്തും ചെന്നാലും ഇതേപോലുള്ള കാഴ്ചകൾ കാണാമെന്നാണ് ഒറ്റയ്ക്കും തെറ്റയ്ക്കും രഹസ്യമായിട്ട് ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നമ്മോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ, നമ്മൾ ഏറ്റവും അറിയേണ്ട ഒരു കാര്യം, 2 മാസത്തിനിടയിൽ 70 പേര് കേരളത്തിൽ നിർദ്ദയമായി കൊല്ലപ്പെട്ടിരുന്നു. ഈ 70 പേര് കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ 30 ആളുകൾ കൊല്ലപ്പെട്ടത് 70-ൽ 30 ഈ MDMA ഉപയോഗിച്ചവരാണ്. കാരണം നമ്മുടെ ശരിക്കും നമ്മളെ ഏറ്റവും ഒരു മനുഷ്യൻ അവനെ ഏറ്റവും ആദരിക്കുന്ന അവൻ്റെ പെറ്റമ്മയാണ്. കാരണം അമ്മയോളം വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീ ജന്മം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഒരമ്മയെ അവരെ പള്ളയ്ക്ക് കത്തി കയറ്റാനും അവരുടെ നെറ്റിയിൽ ചുറ്റി വെച്ച് ഇടിക്കാനുമൊക്കെ ആളുകൾ തയ്യാറാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ലഹരി അവനെ അത്രമാത്രം കീഴ്പ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനൊരു തടയിട്ടേ പറ്റൂ. ഇനി നമുക്ക് സമയമില്ല. നമ്മളിപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ കൈവിട്ടു പോയി എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പം നമ്മൾ നടത്തുന്ന ഈ റെയ്ഡ് കുറച്ച് കാലം മുമ്പ് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആളുകളെ നമുക്കിതിന് മോചിപ്പിച്ചെടുക്കാമായിരുന്നു. അപ്പോൾ പ്രായമുള്ള ചില ആളുകൾ, ചില വീട്ടിൽ ചില പിതാക്കന്മാർ തന്നെ മക്കൾക്ക് കഞ്ചാവ് വലിക്കാൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ചില എക്സൈസുകാർ പറയുന്നുണ്ട്. നമുക്ക് വളരെ അമ്പരപ്പ് തോന്നുന്ന കാര്യമാണ്. വീട്ടിലെ രക്ഷകർത്താക്കളാണിത് തടയേണ്ടത്. അപ്പം നമുക്കിപ്പോൾ കുട്ടികളോടൊരു സ്നേഹവും ലാളനയും ആളുകൾക്കില്ലെന്ന് പല മനഃശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു. വീട്ടിൽ യഥാർത്ഥത്തിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഒരു മുറിയിലിരുന്ന് കുത്തും, അതായത് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും, അടുത്ത മുറിയിൽ നിന്ന് അമ്മ കുത്തും, അതിൻ്റെ അപ്പുറത്ത് നിന്ന് അച്ഛൻ കുത്തും, പിന്നെ ജോലിക്കാരും കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കുത്താത്തവരാരും വീട്ടിൽ കാണത്തില്ല. കുത്തോടെ കുത്താ, ലോകം അവസാനിക്കാൻ പോകുന്ന രീതി കുത്തിക്കൊണ്ടിരിക്കും അവർ. അപ്പം ഞാനിപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ വർക്ക് ചെയ്യുന്ന ആളായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ട് അതായിരിക്കും ഞാൻ പടച്ചു വിട്ട് തരിക. അല്ലാതെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സാധനം ഞാൻ പടച്ചു വിടത്തില്ല. കാര്യം ഇത് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. ഇപ്പം നമ്മൾ രാജസ്ഥാൻ മാർബിൾസിൻ്റെ മുമ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹമായിട്ട് ഒന്ന് സംസാരിച്ചെന്ന് വെച്ചു, മനസ്സിലാക്കും ഞാനും രാജസ്ഥാൻ മാർബിൾസുമായിട്ട് ബന്ധമുണ്ട്. അപ്പം അതിലേക്ക് പോകുമ്പം മുതലാളി അവിടെ കടയിൽ ഇരിപ്പുണ്ട്, വേണേ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോളൂ എന്ന് നമുക്ക് മെസ്സേജ് വരും. നമ്മൾ ഇത് ആരാണിത് ഇങ്ങനെ ഗൂഗിളിനെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗൂഗിളിന് AI ഉണ്ട്. അപ്പോൾ അത്തരം വലിയൊരു, ഇപ്പം ഞാനിവിടെ നിന്ന് ഈ സംസാരിക്കുന്നത് തന്നെ അമേരിക്കയിലിരുന്ന് ഡൊണാൾഡ് ട്രംപ് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ട്രോളൊക്കെ ഇറങ്ങില്ലെന്നാണ് ട്രംപ് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ 24 ശ്രീകണ്ഠനാരെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഈയിടെയൊക്കെ ഇറങ്ങിയ ഒരു ട്രോളാണ്. അപ്പോൾ ഈ വളരെ രാജ്യാന്തര തലത്തിൽ വലിയ ഗവേഷണവും സയൻസ് വലിയ രീതിയിൽ വളരുകയും ചെയ്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ശാസ്ത്രലോകത്തുണ്ടായ നേട്ടം മനുഷ്യനുണ്ടായ കാലം മുതലുണ്ടായ നേട്ടങ്ങളെക്കാളും വലുതാണ്. അത്ര രീതിയിലാണ് ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിയെക്കാളും വലിയ ബുദ്ധിയുള്ള യന്ത്രങ്ങളുണ്ട്, റോബോട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നമ്മുടെ ആളുകൾ, നമ്മളെന്ന് വെച്ചാൽ ആളുകളെ കാണുമ്പോൾ വളരെ ആദരവോടെ കാണുകയും നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരെയും പേര് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരു ജനവിഭാഗമാണ് ഇങ്ങനെ MDMA പോലെയുള്ള സംഭവം. ഈ MDMA നമ്മുടെ നാട്ടിൽ പ്രചരിക്കുമ്പോൾ 2 പ്രശ്നമാണ്. ഒന്ന്, കുട്ടികളുടെ ഭാവി ഇല്ലാതാകും. രണ്ടാമത്, ഈ കുട്ടികൾ വീട്ടിലുള്ളവരെ തന്നെ. അപ്പോൾ ഈയിടെ ഒരു വീട്ടമ്മ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. ഒരമ്മ പറഞ്ഞത്, ഈ മകൻ ഇത്തിരി കഴിക്കുന്ന ഈ MDMA പോലുള്ള രാസലഹരിക്ക് ഒരു അഡിക്റ്റാണ് അയാൾ രാത്രി 10 മണി കഴിഞ്ഞൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പോൾ വാതിൽ തുറക്കാൻ ആ അമ്മയ്ക്ക് പേടിയാണ്. കാരണം ഇവൻ എന്ത് ചെയ്യുമെന്നുള്ളത് അമ്മയ്ക്ക് ഭയമാണ്. കുത്തിക്കൊല്ലുമോ വേറെ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ളതൊക്കെ അവന് ഭയമാണ്. അങ്ങനെ ഭയപ്പാടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മമാരുടെ കണ്ണുനീരും അതുപോലെ കുട്ടികളുടെ ഭാവിയും ഒക്കെ ഓർത്താണ് നമ്മൾ ശരിക്കും ഈ ലഹരിയാണ് അക്രമത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയധികം വെട്ടിക്കൊലപ്പെടുത്തലും കൊലപാതകങ്ങളും അരങ്ങേറാൻ ഒരു കാരണമേ ഉള്ളൂ, ലഹരിയാണ്.
മദ്യപിച്ച് വീട്ടിലെത്തുന്ന ആളുകൾ, അതായത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൊരു സ്ഥിതിവിശേഷം നിങ്ങൾ മനസ്സിലാക്കി വേണം. വിദേശ നാടുകളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവർ തണുപ്പുള്ള രാജ്യങ്ങളാണെങ്കിൽ തണുപ്പ് അകറ്റാൻ വേണ്ടി ലേശം സിപ്പ് ചെയ്ത് കഴിച്ചിട്ട് അവർ കിടന്ന് ഉറങ്ങും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഷാപ്പ് കണക്കിന് കുടിച്ചുകൾ, റേഞ്ച് കണക്കിന് കുടിച്ചാൽ കാശ് കൊടുത്ത് കുടിച്ചാൽ വീട്ടിൽ വന്ന് പെണ്ണുമ്പിള്ളെ ചവിട്ടിയാലേ അവർക്ക് ഉറക്കം വരും. എന്നുവെച്ചാൽ അവർ പൈസ വേസ്റ്റ് ആവരുതല്ലോ. അതുകൊണ്ട് കുടിച്ചേച്ച് വന്ന സാധനം ഉള്ളിൽ കിടക്കുന്നുണ്ട്, 2 തൊഴിയും തൊഴിച്ചിട്ട് അങ്ങോട്ട് മലന്ന് കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ ഇടുവയെ ഒലിപ്പിച്ച് രാവിലെ എണീക്കുന്ന സമയത്ത് ഇയാൾക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഇന്നലെ നിങ്ങൾ എന്നെ തൊഴിച്ചായിരുന്നു ചോദിച്ചു. അയ്യോ എൻ്റെ കാലം അങ്ങനെ പൊങ്ങുന്ന കാലമല്ലല്ലോ, എങ്ങനെ പൊങ്ങിയത്? കാര്യം വെള്ളമാണ് പൊക്കിയത്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. ഇത്രയും കള്ള് കുടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കുടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യർ ജീവിക്കാൻ വേണ്ടി കള്ള് കുടിച്ചാൽ പോരെ, കള്ള് കുടിക്കാൻ വേണ്ടി ജീവിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അമിതമായി മദ്യം പാനം ചെയ്യുന്ന ഒരാളിന് ഈ മകൻ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള എന്തെങ്കിലും രാസലഹരി ഉപയോഗിക്കുന്നു പറഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാകത്തില്ല. പക്ഷേ അയാൾ അറിയുന്നത് ഈ കുട്ടിയുടെ ഭാവി ഇങ്ങനെ തച്ചുടഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടിക്ക് ചില ആൾക്കാർ പറയും എൻ്റെ കുട്ടി ഏറ്റവും മിടുക്കുള്ള കുട്ടി, എൻ്റെ കുട്ടി ഇതിനൊന്നും പോകത്തില്ല. അങ്ങനെയൊന്നുമില്ല. ഒരു കുട്ടി നിങ്ങളുടെ ആയാലും എൻ്റെ ആയാലും കുട്ടി വഴി പോകുന്ന സമയത്ത് യവന്മാർ ഇങ്ങനെ ഒരു സാധനം വെച്ച് നീട്ടുന്ന സമയത്ത് നമ്മൾ തറവാട്ടി പറഞ്ഞാൽ നമ്മളിത് വാങ്ങിക്കാതിരിക്കത്തൊന്നുമില്ല. അപ്പം നമ്മൾ വാങ്ങിച്ച് കഴിക്കും. കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, പ്രായം കുറവുള്ള കുട്ടിയാണ്. തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായത്തിലാണ് ഇങ്ങനെ ആൾക്കാർ പ്രലോഭനവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നിറങ്ങുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് വളരെ ഇതായിട്ട് പറയാനുള്ള, വാർത്താ മുറികളിൽ നിന്ന് ഇങ്ങനെ വാർത്തകൾ വായിക്കുമ്പോൾ ഈ വാർത്തകൾ നമ്മളെ തന്നെ അങ്ങ് ശ്വാസം മുട്ടിക്കുക. നമുക്ക് ചില വാർത്തകളൊക്കെ വായിക്കാൻ പറ്റുന്നില്ല, പുറം ലോകത്തെ അറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ചില വാർത്തകൾ നമ്മൾ മൂടി വെച്ച് അർത്ഥമൊക്കെ മാറ്റി ചിലത് അവതരിപ്പിക്കുക. ഇപ്പോൾ ചില വാർത്തകൾ ഇപ്പോൾ നമ്മൾ ഒരു കാമുകി എന്ന് പറയാതെ, അല്ലെങ്കിൽ കാമുകൻ എന്ന് പറയുക ആൺ സുഹൃത്ത് എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം ഇനി ഇത് കാമുകനാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാകേണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ആൺ സുഹൃത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നു. അപ്പോൾ പദം മാറ്റിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ ആളുകളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ സമൂഹത്തിൻ്റെ രീതികൾ മാറുന്നു, ആളുകൾ മാറുന്നു, കുട്ടികൾ മാറുന്നു. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നൊരു തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടിയിലൊക്കെ നമ്മളിപ്പോൾ ശാർക്കര വഴിയൊക്കെ ഇങ്ങനെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് ആരെങ്കിലും ഒരസുമൊക്കെ ചെയ്ത് കാണെങ്കിൽ നമ്മൾ ചില ആൾക്കാർ വരുമല്ലോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഡോർ അങ്ങോട്ട് തോന്നുന്നു പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു വിലസലുണ്ട്, ഒരു കസറ്. നമ്മൾ പറയും എന്തുകൊണ്ടാ നോക്കി വണ്ടി ഓടിച്ചൂടെ, വണ്ടി വരുന്നതിനും കാണാൻ വയ്യേ എന്നൊക്കെ ചോദിച്ച് നമ്മളിപ്പോൾ ചോദിച്ചാലുള്ള കുഴപ്പം തന്നെ കൊച്ചു പിച്ചാത്തിയായിട്ട് ചെറിയ പിള്ളേർ കിടക്കുക, ഒരൊറ്റ കൂത്താണ് പള്ളയ്ക്ക്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞേക്കുന്ന വണ്ടി ഓടിക്കുന്നൊരു പ്രത്യേകിച്ച് ഇവിടെ ഇതിനിടയിലുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി. ഇതൊരു അറിയിപ്പാണ്. അതായത് നിങ്ങൾ ഒരാൾ വണ്ടി കൊണ്ട് തട്ടിയെന്ന് വെച്ചാൽ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഡോറ് തുറന്ന് പുറത്തിറങ്ങരുത്, അവരെ വെല്ലുവിളിക്കരുത്. എന്ന് മാത്രമല്ല ഗ്ലാസ് പോലും താഴ്ത്തരുത്. കാര്യം കൈയിട്ട് കുത്തിക്കളയും. അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ടി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ താങ്ക് യു ഈ വളരെ വിജ്ഞാനപ്രദമായി ഇനിയും കൊണ്ട് ഇടിക്കുക എവിടെങ്കിലും എന്ന് പറഞ്ഞിട്ടൊക്കെ പോകണം. കാര്യം പണ്ടൊരു വയസ്സനുണ്ടായിരുന്നു. ആ ഒരു വയസ്സനെ ഈ ഒരു പയ്യൻ, ഒരു 10 വയസ്സുള്ള പയ്യൻ ഇടതണ്ടി എന്ന് വിളിച്ചു ഒരു അമ്മാവനെ. അപ്പോൾ അമ്മാവന് 10 രൂപ എടുത്ത് കൈ കൊടുത്തു. അപ്പോൾ ഒരു മുറുക്കാക്കടക്കാരൻ ചോദിച്ചു, ഒരു പീഡിയക്കാരൻ ചോദിച്ചു, എന്ത് വിലയാണ് കാണിച്ചോ? തെണ്ടിന്ന് വിളിച്ചു, നിങ്ങൾ 10 രൂപ എടുത്ത് കൊടുത്ത് എന്ന് പറഞ്ഞു. അപ്പം അമ്മാവൻ പറഞ്ഞു, അമ്മ ഇനി 100 രൂപ കിട്ടാൻ വേണ്ടി 10 വരെ തന്ത കളിക്കും, അവനെ എടുത്ത് ലെവലാക്കിക്കോളും, എനിക്ക് പണി വേണ്ടെന്ന് പറഞ്ഞു. പുള്ളി നടന്നങ്ങ് പോയി എന്ന് പറയുന്ന പോലെയാണിത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇതെല്ലാം മദ്യവും മയക്കുമരുന്നിൻ്റെയും കേരളത്തിലുണ്ടാക്കിയ വിപത്താണ്. എന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വീട്ടിലേക്ക് പോകുമ്പോൾ കേരളം കൈവിട്ടുപോയി അദ്ദേഹം പറഞ്ഞു ശരി എന്നും പറഞ്ഞ് വീട്ടിൽ ഉറക്കം വരാതെ പാചവട്ടി കയറേണ്ട കാര്യമില്ല. ഇതൊക്കെ നോക്കാൻ നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനമുണ്ട്. നിങ്ങളുടെ ഒരു സഹായം മാത്രം മതി. നിങ്ങളുടെ നാട്ടിൽ അപരിചിതരായ ആളുകൾ വരികയോ നിങ്ങളുടെ വീടുകളിൽ കുട്ടികളുമായി അവർ സംസാരിക്കാൻ ശ്രമിക്കുകയോ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ ലഹരി പദാർത്ഥങ്ങളോ കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ പോലീസിനെ വിവരം അറിയിക്കണം. പോലീസ് വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആ കാര്യത്തിൽ അഭിമാനിക്കാം. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അറിയിപ്പ് വന്നു കഴിഞ്ഞു, സ്കൂളുകളിൽ അറിയിപ്പ് വന്നു കഴിഞ്ഞു. കാര്യം സ്കൂൾ വരാന്തകളിൽ ഈ രാസലഹരിയുമായി പോകുന്ന ആളുകളെ പിടിച്ചകത്തിടാനുള്ള നീക്കം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം നിങ്ങൾ അധ്യാപകരെയൊക്കെ സഹായിക്കണം. അതുപോലെ ചില ഫാമിലി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് വലിയ മാനാഭിമാനമാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പരമാവധി ഇത് പുറത്ത് വിടാതെ സൂക്ഷിക്കും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ സൂക്ഷിക്കരുത്, കാരണം നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കേണ്ട ആളുകളെ രഹസ്യമായിട്ട് നിങ്ങൾ അറിയിക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല. പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വാർത്താ മുറികളിലിരുന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ട് അമ്പരപ്പുണ്ടായ ഒരു വേളയിലാണ് ഈ 40 കൊല്ലം തികഞ്ഞു എന്നുള്ളത് എനിക്ക് കണക്കുകൂട്ടി മനസ്സിലായപ്പോൾ ഈ 40 കൊല്ലം ആഘോഷിക്കുന്നതിനേക്കാളും നല്ലത് കേരളത്തിലൂടെ ഒരു 14 ജില്ലകളിലൂടെ മിക്ക താലൂക്കുകളും ടച്ച് ചെയ്തൊരു യാത്ര നടത്തുക. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി. നമ്മൾ പാറശാല, കാട്ടാക്കട ഈ പ്രദേശത്തൊക്കെ പോയപ്പോൾ അവർ പറയുന്നത് കൂൾ എന്ന് പറഞ്ഞൊരു മിഠായി പള്ളിക്കൂട വരാന്തി വിതരണം ചെയ്യുന്ന അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടാക്കട വെച്ച് എന്നോട് പറയുണ്ടായി. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഇത് വ്യാപകമാകുന്നു എന്നുള്ള ഒരു അമ്പരപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു 6 മാസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചാൽ മതി എന്നാണ്. ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ കാസർഗോഡ് എത്തുമ്പോൾ 30 ദിവസങ്ങൾ കിടക്കും. ഈ 30 ദിവസങ്ങൾക്കൊടുവിൽ തന്നെ ഈ മാഫിയ സംഘങ്ങളെ മുഴുവൻ
നമ്മൾ അമർച്ച ചെയ്യാനും അവരെ കയ്യാമം വയ്ക്കാനും നിയമത്തിൻ്റെ നടപടികളോടെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. കാര്യം ഇനി ഒരു ദിവസം പോലും നമുക്ക് താമസിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് നമ്മൾ നടത്തുന്ന ഈ നീക്കത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് 24-ലുടെയും ഫ്ലവേഴ്സിലൂടെയും നമ്മുടെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് 24 മണിക്കൂറിന് നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലൈവാക്കി വിട്ടിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നടത്തുന്ന നീക്കങ്ങളെല്ലാം പൊതുജനങ്ങൾ അറിയട്ടെ. പ്രാദേശിക കേബിൾ നെറ്റ്വർക്കിനൊക്കെ ഇത് പ്രചരിപ്പിക്കാം. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് കുട്ടികളെ നിങ്ങൾ പോയിട്ട് അവരെ അങ്ങ് ഒരു പെട്ടെന്ന് കയറി ശാസിക്കാനും നിങ്ങൾ വടിയെടുത്തുകൊണ്ട് അവരെ നേരെയാക്കാനും മര്യാദരാമന്മാരാക്കാനും ശ്രമിക്കരുത്. കുട്ടികൾ വളരെ സെൻസിറ്റീവാണ്, ഇറങ്ങിയൊക്കെ പൊക്കളയും. ഞാനിപ്പോൾ ഒരാഴ്ച യഥാർത്ഥത്തിൽ 6 കുട്ടികളുടെയെങ്കിലും വീട് വിട്ടിറങ്ങിപ്പോയ കാര്യം പറയാറുണ്ട്. ഇപ്പം നമ്മുടെ പത്രലേഖകരുടെ നമ്മുടെ മാധ്യമലേഖകരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ടുണ്ട്, നീ അവിടെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് നിൽക്കണം. ആ കുട്ടി വെളുത്ത സാരിയാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വെളുത്ത ചുരിദാറാണ് അവിടെ. അപ്പോൾ അത് നോക്കി പിടിച്ച് നമ്മളെ അറിയിക്കണം. നമ്മൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ആൾക്കാരെ ഇങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്. കാര്യം കുട്ടികൾ ചെറിയ കാര്യം കേട്ട പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ചു പോകുന്ന വീട് വിട്ട് പോകത്തില്ല. എൻ്റെ അച്ഛനൊക്കെ ഒരു ദിവസം 4 തവണ പറയും, ഇറങ്ങി പൊക്കൂടാടാ നിനക്കൊക്കെ പട്ടാളങ്ങൾ നശിപ്പിക്കാതെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു തവണ പോലും വീട് വിട്ട് ഇറങ്ങി വിടും. അഥവാ ഇറങ്ങിപ്പോയാലും അപ്പുറത്തോട് നമ്മൾ തിരിഞ്ഞു നോക്കും, അച്ഛൻ തിരിച്ച് വിളിക്കുന്നുണ്ട്, അച്ഛൻ എവിടെ വിളിക്കും, അച്ഛൻ പോയി കാണും. ഉടനെ നമ്മൾ പിന്നെ അച്ഛന് വിഷമം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് തിരിച്ച് കയറി പോകും. പക്ഷേ ഇങ്ങനെയല്ല, കുട്ടി ഇപ്പോൾ ഒറ്റ ഓട്ടമാണ്, പ്രായം കുറഞ്ഞ കുട്ടികൾ. അപ്പം നമ്മൾ അങ്ങനെ കുട്ടികൾ ഓടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും കുട്ടികളെ കുട്ടികൾക്ക് സ്നേഹം കുറയുന്നു എന്ന് വ്യാപകമായി മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. നമ്മളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, അവർക്ക് സംസാരിക്കാൻ ആളുകളില്ല. അവർ കൂടുതൽ സമയം വാട്സപ്പും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ കണ്ട് ഇൻസ്റ്റയിലൊക്കെ ഉള്ള പുതിയ കൂട്ടുകാർ, അപകടകാരികളായ കൂട്ടുകാരെ കേട്ടോ. SLC പാസ്സാകാത്ത ഒരു കൂട്ടുകാരെ ഈയിടയ്ക്ക് ഒരു പെങ്കൊച്ചിനെ പറ്റിച്ചളഞ്ഞു. അവന് MAക്ക് പഠിക്കുവാന്ന് പറഞ്ഞിട്ട് ഒരു പ്രണയ നാടകം അഭിനയിച്ചു. അവൻ SLC 6 തവണ എഴുതി തോറ്റവനാണ്. അവൻ 6 തവണ തോറ്റൻ്റെ അവൻ കൃത്യമായിട്ട് എഴുതാൻ പോലും അറിയാത്തവന്. അവനാണ് ഈ കുട്ടിയെ പിന്തിരിപ്പിച്ച് ഒരു ഇടത്തോട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയി. ഒരു ഭാഗ്യത്തിനൊരു സബ് ഇൻസ്പെക്ടർ ഈ കുട്ടിയോട് എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. അങ്ങനെ ഈ കുട്ടി പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ സുഹൃത്തുണ്ട്, സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്തുവാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ MA പാസ്സായി. MA എന്ന് ഞാൻ ഫുൾ ഫോം പറയാൻ പറഞ്ഞു. അവൻ അറിഞ്ഞൂടാ, MAയുടെ ഫുൾ ഫോം പോലും അറിയാതെ. നീ SLC എത്ര വർഷം എഴുതിയതാണെന്ന് ചുമ്മാ ചോദിച്ചു. ഞാൻ 6 വർഷം എഴുതി, പിന്നീട് വിധി അനുവദിക്കാത്തതുകൊണ്ട് 7ാമത്തെ തവണ എഴുതിയില്ലെന്ന് മാത്രമേ ഉള്ളവന്. അങ്ങനെ ഒരുത്തനാണ് ഈ കുട്ടി. ഇറങ്ങി പോവാണ്, വീട്ടുകാരെയൊക്കെ വിട്ടു. ആലോചിച്ച് നോക്കുക, ഇത്രയും കാലം നട്ട് നനച്ചൊരു ചെടി വളർത്തുന്നത് പോലെ കൊണ്ടു നടന്ന പിതാവിനെയൊക്കെ ഉപേക്ഷിച്ച് മാതാവിനെയൊക്കെ ഉപേക്ഷിച്ച് പോവുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിങ്ങളിത് കുട്ടികളെ ഡീൽ ചെയ്യണം. അതേസമയം കുട്ടികൾ നടത്തുന്ന എല്ലാ നീക്കവും നിങ്ങളുടെ കാഴ്ചവട്ടത്തിൽ റഡാർ വെച്ചിട്ട് നിങ്ങൾ പരിശോധിക്കുക തന്നെ വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയൊരു ആസുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, എന്തും സംഭവിക്കാം. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണണം, ജാഗ്രത നമ്മൾ പാലിക്കണം. അപ്പോൾ ഒരുപക്ഷെ ഈ 14 ജില്ലകളിൽ നമ്മൾ ഈ പര്യടനം നടത്തുന്നത് നമ്മുടെ ആളുകൾ, ചിലതൊക്കെ ടെലിവിഷനിലുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടെലിവിഷനിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്. കുടുംബത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ടെലിവിഷനിൽ പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളോട് ഇതൊക്കെ നേരിട്ട് പറയാനും നിങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ ആരായാനും ഒക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ട്, ഇപ്പോൾ നമ്മുടെ 2 സുഹൃത്തുക്കൾ കൂടി എന്നോട് വന്നിട്ടുണ്ട്. തൊണ്ടയൊക്കെ ഒരു വോക്കൽ കോഡ് ഒരു അപൂർവ സാധനമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അത് അടിച്ചു പോകാൻ വളരെ സാധ്യത, വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യേണ്ട സാധനമാണ്. ഇതിങ്ങനെ വളവളന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന യന്ത്രം അങ്ങ് പോകും. അപ്പോൾ യന്ത്രത്തിൻ്റെ സാധ്യത കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ആഷ്മി താജ് പറയും വന്നോ. അപ്പോൾ ആഷ്മി വരും, ആഷ്മിയും അതുപോലെ S വിജയകുമാർ. എൻ്റെ തൊണ്ട അടയ്ക്കുമ്പോഴെല്ലാം അടപ്പിക്കാതിരിക്കാൻ ഇവരെ ഇറങ്ങുന്നത്. ചിലപ്പോഴൊക്കെ ഇവരെൻ്റെ അടപ്പിച്ച് കളയും കേട്ടോ. ഓക്കെ, ഇത് S വിജയകുമാർ, ഇത് ആഷ്മി താജ്. നിങ്ങൾക്കറിയാമല്ലോ ഇവർ രണ്ടുപേരെയും, പിടിയിട്ട പുള്ളികളാണ്, അറിയാമല്ലോ. ഓക്കെ, റെഡി. അപ്പോൾ ആഷ്മി, നമുക്ക് എന്തൊക്കെയാണ് പറയാൻ പറ്റുക? അഭ്യസ്കാൻ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ഒരു നേരത്തെ ഇവിടെ വന്നായിരുന്നു. അയ്യോ, ഞാൻ കണ്ടതില്ല, എന്നാ പരിപാടി. ഓക്കെ, ശരി. വിജയൻ ഉണ്ടായിരുന്നോ? അത് അവിടെ ചേട്ടൻ കുറച്ച് പക്കവട വന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇവിടുത്തെ ശർക്കരയിലെ പക്കവട എങ്ങനെയുണ്ട്? ഗംഭീര പക്കവട. അപ്പൊ പ്രിയപ്പെട്ടവരെ, SK വളരെ വിശദമായി തന്നെ വളരെ സരസമായിട്ടാണെങ്കിൽ കൂടിയും തീക്ഷ്ണമായ ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മളൊരു യാത്രയിലാണ് എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിൽ ഒരു 9ാം ക്ലാസ് പെൺകുട്ടിയുടെ രക്ഷിതാവ് ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഈ പറയുന്ന ലഹരി മാഫിയയുടെ കെണിയിൽ വീണു. ആ പെൺകുഞ്ഞ് ആദ്യമായി അറിയാതെ അവൾക്ക് കൊടുത്ത ഒരു ചോക്ലേറ്റിൽ ഈ സാധനം കലർത്തി കൊടുക്കുന്നു. ആദ്യം കൊടുക്കുന്നു, കുട്ടി കഴിക്കുന്നു. രണ്ടാമത് കൊടുക്കുന്നു, കുട്ടി കഴിക്കുന്നു. മൂന്നാമതായപ്പോഴേക്കും ഈ കുട്ടിക്ക് ആ ചോക്ലേറ്റ് തന്നെ വേണമെന്ന് തോന്നുന്നു. സാധാരണ ചോക്ലേറ്റ് പറ്റുന്നില്ല. അങ്ങനെ ഈ മാഫിയയുടെ കണിയിൽ വീഴുകയും ഇവൾ അതിൻ്റെ കരിയർ ആവുകയും നിരന്തരം ഉപയോഗിക്കുന്ന കുട്ടിയായി മാറുകയും ചെയ്തു. ഈ രക്ഷിതാവ് ഈ കുട്ടിയുടെ ഫോൺ പരിശോധനയിൽ എങ്ങനെയോ വളരെ യാദൃശ്ചികമായി കണ്ടുപിടിച്ചതാണ്. പിന്നീട് അതിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുകയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുഞ്ഞിനെ രക്ഷിച്ചെടുക്കുകയും പിന്നീട് ആ പിതാവ് അതിനുവേണ്ടി മറ്റു മക്കൾക്ക് ഇത് ആവർത്തിച്ചുകൂടാ എന്ന് പറഞ്ഞ് എന്നോട് തുറന്നു പറയും. നമ്മൾ വാർത്തയാക്കുകയും നമ്മുടെ ചർച്ചയിൽ ഇരുത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ രക്ഷിതാവ് എന്ന് പറയുന്നത് പുറത്തു പറയാൻ പഠിക്കുന്ന 100 രക്ഷിതാക്കളുടെ പ്രതീകമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നുള്ളത്, എനിക്ക് തന്നെ അറിയാവുന്ന
ആ കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ മകളുടെ സുഹൃത്തുക്കളായ പല രക്ഷിതാക്കളുടെയും പുറത്തു പറയാൻ കഴിയാത്ത അവസ്ഥയെപ്പറ്റി രക്ഷിതാക്കൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഭീകരമായ സാഹചര്യമുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് നമ്മൾ കോവിഡ് കാലത്ത് കേട്ടതാണ്. പക്ഷെ നമുക്കിപ്പോൾ ഭയവും വേണം, ജാഗ്രതയും വേണം. പക്ഷെ നമ്മുടെ കൈവിട്ട് പോയിട്ടില്ല. നമ്മൾ ശക്തമായി ഇറങ്ങി നിന്നേ മതിയാവുകയുള്ളൂ. നമ്മളിപ്പോൾ രാവിലെ ഡേ 1 മുതൽ നമ്മൾ കേൾക്കുന്നത് ആദ്യം ശംഖുമുഖത്താണ് തുടങ്ങിയത്. ശംഖുമുഖത്ത് തന്നെ നമ്മൾ കേട്ടു അവിടെ ലഹരി മാഫിയ ഉണ്ട്, ലഹരി മാഫിയക്കെതിരെ സംസാരിച്ചാൽ അവർ വധിച്ചു കളയുമോ എന്ന് പേടിക്കുന്നവരെ നമ്മൾ കണ്ടു. ഇങ്ങോട്ട് വന്ന ഓരോരോ കൂട്ടങ്ങളിലും ഓരോരോ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന ഈ ആശങ്കകളെ കുറിച്ച് തന്നെയാണ്. നാടൊട്ടുക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഒരു SKN എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തനം, അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം 40 വർഷം പൂർത്തിയാവുക എന്ന് പറയുന്ന ഉറപ്പായും അത് ആഘോഷിക്കേണ്ട, അല്ലെങ്കിൽ 50 വർഷം പൂർത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് ആഘോഷിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ആഘോഷമാക്കുന്നില്ല. ഇത്തരത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശവാഹകരായി നമ്മൾ കേരളത്തിലുടനീളം സഞ്ചരിക്കുകയാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഈ സന്ദേശം എത്തിക്കാനാണ് നമ്മുടെ ശ്രമം. അതിനുശേഷം നമ്മൾ വെറുതെ അങ്ങ് യാത്ര ചെയ്ത് പോവുകയല്ല. കേരളത്തെ രക്ഷിക്കാൻ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി അത് ഭരണകൂടത്തിന് മുന്നിൽ വെക്കുകയാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് ഈ പറയുന്ന ഈ ലക്ഷ്യങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയുമാണ്. SKN, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു സർവേ ഫോം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ അതൊന്ന് പൂരിപ്പിച്ച് അതിന് താഴെയുള്ള ആ ഫോയിലൊന്ന് മുറിച്ച് ഈ ബോക്സിലിടണം. ആ ബോക്സിലിട്ട് കഴിഞ്ഞാൽ ഈ സർവേ ഫോം പൂരിപ്പിച്ച് കിട്ടുന്ന 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 14 ഭാഗ്യശാലികൾക്ക് ബെന്നീസ് റോയൽ ടൂർസ് നൽകുന്ന സിംഗപ്പൂരിലേക്ക് 4 ദിവസത്തെ സൗജന്യ ക്രൂയിസ് യാത്രയാണ് അതിൻ്റെ സമ്മാനം. അപ്പോൾ പ്രിയപ്പെട്ടവർ കയ്യിലുള്ള ആ ഫോം പൂരിപ്പിച്ച് അതിൻ്റെ താഴെയുള്ള ഈ ഭാഗം കീറി അതിനകത്ത് ഇടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിലിട്ട ലോട്ടറി അടിക്കും. ലോട്ടറി അല്ലേ? നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്? എന്താ ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ ബെന്നീസ് റോയൽ ടൂർസ് നൽകുന്ന സിംഗപ്പൂരിലേക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടുത്താം. റോയൽ ടൂർസ് കാര്യം അദ്ദേഹത്തിന് അത് വിശദീകരിക്കാൻ പറ്റും. അദ്ദേഹം നമ്മുടെ വിഷ്ണു അപ്പോൾ രാജസ്ഥാൻ മാർബിൾസിൻ്റെ MD ആണ് വിഷ്ണുഭക്തൻ. നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ കൈയടി കൊടുക്കണം. കാരണം ഇത്രയൊക്കെ ഉള്ള പരിപാടികളെല്ലാം ഇവിടെ നടത്താൻ എല്ലാ സജ്ജീകരണങ്ങളും അതാ ചെയ്തു തന്നത്. അപ്പോൾ വീട് വെക്കാൻ മാത്രമല്ല, നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹം സഹായിക്കുന്നു. മനസ്സിലായി? ഓക്കെ, താങ്ക് യു വിഷ്ണുഭക്തൻ. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചോ. വരൂ ഡയറക്ടർ സാറേ, വരൂ നിങ്ങളുടെ വരൂ. അപ്പോൾ നമുക്കറിയേണ്ടത് ഇതിനകത്ത് തുണ്ടിട്ടു ഒരാൾക്ക് സമ്മാനമുണ്ടല്ലോ, യാത്രയുണ്ടല്ലോ, അത് എങ്ങനെയാണെന്നുള്ളത് അങ്ങൊന്ന് പറയണം. ഇത് സിംഗപ്പൂരിലേക്കുള്ളൊരു ക്രൂയിസ് യാത്ര, സിംഗപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ക്രൂയിസ് യാത്രയാണ്. അത് 3 രാത്രിയും 4 പകലും നിൽക്കുന്ന ഒരു യാത്രയാണ്. അത് ഇവിടെ നിന്ന് പോകുന്നത് സിംഗപ്പൂർ എയർവേസിലാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് യാത്ര പോയി തിരിച്ചു വരാവുന്ന വിധത്തിലുള്ള ഒരു സമ്മാനമാണ് അത്. SKN40യുടെ ബെന്നീസ് റോയൽ ടൂർസിൻ്റെ സമ്മാനമാണ്. അതെ, എല്ലാ ചെലവും നമ്മുടെയാണ്. അതിൽ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച് തിരിച്ച് കൊച്ചിയിലെത്തുന്നവരെയുള്ള എല്ലാ ചെലവുമാണ് ഈ പാക്കേജിൽ ഉൾപ്പെട്ടത്. അത് കേരളത്തിൻ്റെ 14 സ്ഥലങ്ങളിലാണ് ഈ യാത്ര, ഈ സൗജന്യമായ യാത്ര നമ്മൾ നൽകുന്നത്. അത് 24 ചാനലിൻ്റെ ഈ SKN40യുടെ ഭാഗമായിട്ടുള്ള ബെന്നീസ് റോയൽ ടൂർസിൻ്റെ സമ്മാനമാണ്. അപ്പോൾ അത് വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ വിഷ്ണുഗുപ്തൻ അദ്ദേഹത്തിൻ്റെ 2 വാക്ക് നമുക്ക് കേൾക്കണം. വിജയകുമാറിൻ്റെ മനസ്സിലും ചില കാര്യങ്ങളുണ്ട് ശർക്കരയിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാൻ. അതിന് അങ്ങ് ചെയ്ത ഈ സഹായത്തിന് നന്ദി. മാത്രമല്ല ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിനൊക്കെ അങ്ങയുടെ വലിയ നന്ദിയുണ്ട്. അത് കടലാസായിട്ട് നന്ദിയുണ്ട്, അല്ലാതെ ധാർമ്മികമായ പിന്തുണയുണ്ട് അല്ലേ? ഓക്കെ, കടലാസെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗാന്ധിജി അല്ലേ? ഗാന്ധിജി വീണ്ടും ശർക്കരയിൽ വന്നു. ഓക്കെ, അപ്പോൾ അങ്ങ് ഇതിനെക്കുറിച്ച് 2 വാക്ക്. അങ്ങേക്ക് എല്ലാ അഭിനന്ദനങ്ങളും, നന്ദി. എന്നും രാജസ്ഥാൻ മാർബിൾസ് ഈ നെറ്റ്വർക്കിൻ്റെ കൂടെയുണ്ട്. നമ്മളൊക്കെ എടുക്കുന്ന അധ്വാനം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഒരു കഠിനാധ്വാനിയാണെന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന് മാർബിൾ മാത്രമല്ല, ജീവിതത്തിൽ ഒരു ചിന്തയില്ല അല്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറെ പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരെ പറ്റിയാണ്. അദ്ദേഹം മാധ്യമരംഗത്ത് 40 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഇത്ര തൻ്റെ ഇടത്തോടുകൂടി, ഇതൊരു തൻ്റെ ഇടം വേണം, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പുറപ്പെടാൻ പറ്റൂ. എന്ന് വെച്ചാൽ ലഹരി മാഫിയ ഇവിടെയുണ്ട്, ഈ നാട്ടിലുണ്ട്. അവരെങ്ങനെ ഇനി ശ്രീകണ്ഠൻ നായർ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു പ്രോഗ്രാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്താൻ അദ്ദേഹം തീരുമാനിച്ച. അദ്ദേഹത്തിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും ഇതിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു ഷാളിട്ട് ആദരിക്കുകയാണ്. 2 ടൈല് തന്നാൽ മതിയായിരുന്നു, വീട്ടിൽ ഉപയോഗിക്കുന്നത് അല്ലേ?
അങ്ങ് വളരെ നന്ദി. അങ്ങ് അദ്ദേഹമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്, അത് നമ്മൾ തുടരുകയും ചെയ്യും അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ എല്ലാ മാഫിയ സംഘങ്ങളും നാട് വിട്ടു പോയി കഴിഞ്ഞാലും ഞങ്ങളുടെ ബന്ധം തുടരും അല്ലേ? ഓക്കെ, താങ്ക് യു. വിജയകുമാർ സ്വപ്നം കാണുന്നു അല്ലേ? അല്ലേ, ഓക്കെ. ഒരു കാര്യം കൂടിയും, ഈ SKൻ്റെ ഈ ജനയാത്ര, ഈ യാത്രയിൽ പങ്കാളിയാവുന്നതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും ആകർഷിച്ചത്. ഒന്ന്, അദ്ദേഹം ഇന്ന് മാധ്യമരംഗത്ത് അദ്ദേഹം നൽകുന്ന സംഭാവന. ഇന്ന് കേരളത്തിലെ മാധ്യമരംഗത്ത് ഒരു SKൻ്റെ വരവോടുകൂടി SKന് മുന്നുള്ള യുഗം, SKന് ശേഷമുള്ള യുഗം എന്ന അടിസ്ഥാനമായ അടിവരയുന്ന വിധത്തിൽ കേരളത്തിൽ മാധ്യമരംഗം വളർന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ 40ാമത്തെ അദ്ദേഹത്തിൻ്റെ ഈ സർവീസ് അദ്ദേഹം ജനങ്ങളോടൊത്ത് ഇറങ്ങി അദ്ദേഹം ഇതിനു വേണ്ടി മാതൃകയായി. ഈ മാതൃക ഇന്ന് കേരളത്തിൽ മുഴുവനും വലിയ തോതിൽ മാറ്റിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടാക്സി ഡ്രൈവർ എന്നോട് പറയണം, ഇന്ന് പുറത്ത് രാത്രിയായാലും ഒരു സ്ത്രീകളും പുരുഷന്മാരും ഇല്ല, എല്ലാവരെയും പിടിച്ചകത്തിട്ടു. കാരണം അത്ര വലിയ മാറ്റമാണ് ഈ യാത്രയിലൂടെ കേരളത്തിൽ വന്നിരിക്കുന്നത്. അത്രയധികം റെയ്ഡ് നടന്നു, ജനത്തിന് അത്രമാത്രം ഇതിനെക്കുറിച്ചുള്ള വലിയൊരു അറിവ് ലഭിച്ചു. ഇത് തന്നെയാണ് ഈ യാത്രയുടെയും ഈ നൽകുന്ന ഇതിൻ്റെയും ഏറ്റവും വലിയ വിജയം. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നത്, നമ്മൾക്ക് പല വിധത്തിലുള്ള ലഹരിയുണ്ട്, അതുപോലുള്ളൊരു ലഹരിയാണ് യാത്ര. നിങ്ങൾ മറ്റുള്ള ലഹരി ഉപയോഗിക്കുന്നവരെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലഹരിയുടെ ഒരു സാധ്യത നിങ്ങൾ എടുക്കണം. അതിനുള്ള ഒരു വഴിയാണ് യാത്ര. ആ യാത്രയിൽ സാധാരണ ജനങ്ങളിലേക്കാണ് ഞങ്ങൾ ഈ യാത്രയുടെ ഇതുമായി കടന്നു വന്നിരിക്കുന്നത്. യാത്ര ചെയ്യാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് ഈ SKൻ്റെ ഈ വലിയ ഉദ്യമത്തിൽ ഞങ്ങൾ പങ്കാളിയാവുന്നത്. ഓക്കെ, താങ്ക് യു. ബെന്നി പാലിക്കുളങ്ങരയാണ് അദ്ദേഹത്തിൻ്റെ, ബെന്നി പാലിക്കുളങ്ങര എന്ന പേരിൽ അറിയപ്പെടുന്നത്. വലിയൊരു ടൂർ നടത്തുകയാണ്. അതിൽ അദ്ദേഹം ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആൾക്കാർക്ക് നല്ല യാത്ര പോയി വരാം. യാത്ര ചെയ്യണം കേട്ടോ, യാത്ര ചെയ്താൽ മനസ്സ് വളരും. ഇത് മാത്രമല്ല, ഇനി നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ ഈ പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. അതുപോലെ അവർക്ക് സ്പോർട്സിൽ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യിക്കണം. അതുപോലെ ഡോക്ടർ ദിവ്യായിര് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ MD, അവർ പറയുന്നുണ്ടായിരുന്നു, ഇനി സ്കൂളുകളൊക്കെ രാത്രിയിലും പ്രവർത്തിപ്പിക്കുക. അതായത് പകൽ സ്കൂളിൽ പ്രവർത്തിക്കുന്നതിനേക്കാളും രാത്രി പ്രവർത്തിക്കുക. കുട്ടികൾ എൻഗേജ്ഡ് ആവും. നമ്മളിപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞാൽ കുട്ടികളോട് ഒരു താല്പര്യവും കാണിക്കാതെ നമ്മൾ ഓരോരുത്തർ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചോദിക്കും, അതിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്ന ആ സമയത്ത്. ഇപ്പം എന്ന് വെച്ചാൽ ആർക്കും സമയമില്ല. അതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടാണ് നമ്മൾ വെട്ടി വിഴുങ്ങുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് ടെലിവിഷനിൽ പറയാഞ്ഞൂടാത്ത ഒരു കാര്യം പറഞ്ഞായിരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ കക്കൂസിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്നറിയാമോ? അതിവിടെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിജയകുമാർ വിജ്ഞാനപ്രദമായ ഒരു കാര്യമാണ്, നോട്ട് ദ പോയിൻറ്റ്. അതായത് മനസ്സും തലച്ചോറും തമ്മിലൊരു വൈദ്യുത ബന്ധമുണ്ട്. അപ്പം നിങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം ഈ സമ്മർദ്ദത്തിൽ നടക്കുന്ന ഒരു കർമ്മ പദ്ധതി ചെയ്ത്, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വേറെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം, ഈ ബാത്റൂമിലേക്കും കക്കൂസിലേക്കും ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോകില്ല എന്ന്. അതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് ഈ തീന്മേച്ചയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ മൊബൈൽ ഫോൺ നോക്കേണ്ട കാര്യമില്ല. മൊബൈൽ ഫോണില്ലാതെ ജീവിച്ചവരല്ലേ നമ്മൾ കൂടുതൽ ആൾക്കാരും. അപ്പോൾ എന്നും പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ഇന്ന് നാളെ രാവിലെ എൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പോയിട്ട് എല്ലാ മൊബൈൽ ഫോണും എടുത്ത് വെച്ച് പത്തായത്ത് വെച്ച് പൂട്ടി കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പറഞ്ഞ് മനസ്സിലാക്കുക, കുട്ടികളോട് ഇതിൻ്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ വേണ്ടാത്ത രീതിയിൽ ഒരു എടുത്തുചാട്ടം. നിങ്ങൾക്കറിയുമോ, 4.5 കോടി മൊബൈൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്, മൊബൈൽ എക്യുപ്മെൻറ്റ്. ആകെ നമ്മുടെ മനുഷ്യർ 3.5 കോടിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു വീട്ടിൽ 2 മൊബൈൽ ഉണ്ടായിട്ടായി 4.5 കോടി വരുന്നത്. അപ്പം ഓരോർക്കും ഓരോ കാറുണ്ടെന്ന പോലെ ഓരോ മൊബൈൽ ഫോൺ കൂടുതലാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം പ്രശ്നമാണ്. നിങ്ങൾ കുട്ടികളെ കുറച്ചുകൂടി അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം, അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണം. എന്തെങ്കിലും കേട്ടാൽ നിങ്ങൾ ചാടി പുറപ്പെട്ട് ദേഷ്യപ്പെടരുത്. അവർക്ക് കുറച്ചുകൂടെ സ്നേഹവാത്സല്യം നിങ്ങൾ നൽകുക. അതോടെ ഇവരിൽ മാറ്റം ഉണ്ടാകും. കാര്യം നിങ്ങളിൽ നിന്ന് കിട്ടാത്തത് പുറത്തെ ചേട്ടന്മാർ കൊടുക്കുമ്പോഴാണ് അവരോടൊരു താല്പര്യം കൂടി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കുറേ നമ്മുടെ യാത്രക്കിടയിൽ കുറേ സഹായങ്ങൾ പദ്ധതികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നമ്മൾ കയറുന്ന സമയത്ത് കൊച്ചിയിൽ ഒരു ബോട്ട് ഉടമ നമ്മോട് പറഞ്ഞേക്കുന്നത്, ഈ അറബിക്കടൽ കാണിക്കാൻ അമ്മമാരെ കൊണ്ടുപോകും. 300 അമ്മമാരെ നമ്മൾ അറബിക്കടലും കാണിക്കാൻ കൊണ്ടുപോകും. ഇതുപോലെയാണ് നമ്മൾ സർവ്വ ചെലവും കൊടുത്ത് അവരെ കൊണ്ടുപോവുകയാണ്. അതുപോലെ നമ്മൾ ചിലപ്പോൾ ക്ലേശിക്കുന്ന ആളുകളെയൊക്കെ തന്നെ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ജില്ലയിലും വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളെ പരിചയപ്പെടുത്തുകയും അതാത് ജില്ലക്കാർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ നാടുകളിലൊക്കെ ഇരുന്ന് കാണുന്ന ആളുകൾക്ക്
ഇവരെ സഹായിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കും എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം. അപ്പോൾ അതും നമ്മുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ്. അതുപോലെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് കേരളത്തിലെ 14 ജില്ലകളിൽ 40 കമ്പ്യൂട്ടർ ലാബുകൾ ഈ യാത്രയിൽ നമ്മൾ ഒരുക്കുന്നുണ്ട്. കാര്യം നമ്മുടെ കുട്ടികൾക്കുമൊക്കെ തന്നെ പരമാവധി പഠന സൗകര്യം ഒരുക്കി കൊടുക്കുക, ഇതെല്ലാം നമ്മുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ അഫാൻ്റെ പിതാവിനും മാതാവിനും ഒരു വീട് ഒരുക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ നമ്മുടെ കത്തുകൾ, നമ്മുടെ സന്ദേശങ്ങളൊക്കെ അയക്കുന്നുണ്ടല്ലോ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ, അതിലൊരാൾ പറഞ്ഞൊരു കൊലപാതകയുടെ അമ്മയ്ക്ക് നമ്മൾ എന്തിനാണ് ഇതൊരുക്കി കൊടുക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന സന്ദേശം മോശമല്ലെന്ന്. ഒരിക്കലും അല്ല, നിങ്ങളത് മനസ്സിലാക്കണം. അതായത് ഈ ഒരു ചുറ്റിക കൊണ്ടാണ് 6 പേരെയും ഈ അഫാൻ ഇടിച്ചത്. ഈ അമ്മയുടെ ആയുസ് ബലം കൊണ്ട് അവർക്ക് ഒന്നും സംഭവിച്ചില്ല. അവരിപ്പോൾ ഒരു അനാഥാലയത്തിലാണ്. അവർ യഥാർത്ഥത്തിൽ 5 പേര് കൊല്ലപ്പെട്ട ഒരു വീട്ടിൽ ഒരു കിടന്നുറങ്ങാനൊന്നും ഒരു മനുഷ്യനും പറ്റത്തില്ല. ഇപ്പോൾ ആ പ്രവാസിയായ സൗദി അറേബ്യയിൽ ജീവിച്ച ആ മനുഷ്യൻ ഇന്ന് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ വെഞ്ഞാറമൂട്ടിൽ വെച്ച് നമ്മളെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് വീടില്ല, കാരണം അദ്ദേഹത്തിന് ഈ വീട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ല. ആ വീടിന് ആരും വാങ്ങാനും പോകുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനൊരു വീടൊക്കെ ആരെങ്കിലും വാങ്ങൂ? അത്ര എളുപ്പമല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശിക്കാണ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന്, അതായത് ആ അമ്മ ഒരു അർത്ഥബോധാവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണ് അമ്മയോട് സംസാരിച്ചത്. ഷെമി എന്ന് പറയുന്ന അമ്മ, ആ ഉമ്മ പറയുമായിരുന്നു എൻ്റെ മകനെ രക്ഷപ്പെടുത്തി തരണമെന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം ആ ഉമ്മയ്ക്ക് അറിയില്ല മകൻ എന്താ ചെയ്യുന്നത്. കാര്യം അർത്ഥബോധത്തിലാണ്. അവരുടെ ബ്രെയിൻ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നാണ് ഒരു മെഡിക്കൽ സയൻസ് അറിയാത്ത ഞാൻ പറയുന്നത്. എന്തോ പ്രശ്നമുണ്ട്. പോലീസുകാരോട് കൊടുക്കുന്ന മൊഴിയെല്ലാം കട്ടിലിൽ വീണിട്ട് പരിക്ക് പറ്റിയെന്നാണ്. അപ്പോൾ ആ ഉമ്മയ്ക്ക് നമ്മളൊരു വീട് വെച്ച് കൊടുക്കാനും ഈ അഫാൻ്റെ പിതാവ് അങ്ങനെ സർവ്വം തകർന്ന് നടക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടിക്കുന്ന ഈ സങ്കട കടൽ എത്ര ആഴത്തിൽ അടിക്കുന്നു നമുക്കൊന്നും കണക്കൂട്ടാൻ പോലും പറ്റില്ല. അത്ര വേദന തിന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കൂരയ്ക്ക് കീഴിൽ കിടത്തുറങ്ങട്ടെ നമ്മൾ തീരുമാനിച്ചപ്പം അതിന് ഞാനവരെ കുറ്റപ്പെടുത്തുകയില്ല. മലയാളികൾ എത്രമാത്രം സങ്കുചിത ചിന്താഗതിക്കാരാണെന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം നമ്മൾക്ക് ഒരുപാട് പണം ഉണ്ടായിട്ടല്ല നമ്മൾ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. കാരണം ഇതേപോലെ നിങ്ങളെപ്പോലെ നല്ല നമ്മുടെ രാജസ്ഥാൻ മാർബിൾസ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ബെന്നി ട്രാവൽസ് പോലെ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പണമൊക്കെ നമ്മൾ സ്വരൂപിച്ചെടുത്ത് അവരൊക്കെ ബുദ്ധിമുട്ടി കഠിനാധ്വാനം ചെയ്ത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, രാജസ്ഥാൻ മാർബിൾസിൻ്റെയിലും അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. പക്ഷേ പൈസ ഉണ്ടാക്കാൻ വലിയ പാടാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇവരെയൊക്കെ കണ്ടപ്പോഴേ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഈ നമ്മളൊരു വലയെടുത്തും കഴിഞ്ഞാൽ വലയ്ക്കകത്ത് കാശ് കയറി ഇഞ്ഞ് പോരുമെന്ന്. വലിയ പാടാണ്, വല പൊട്ടി കാശ് പുറത്തു പോകും. അപ്പോൾ കാശൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. ഞാനിങ്ങനെ 2 സുഹൃത്തുക്കളുമായിട്ടിരുന്ന് പറയുമായിരുന്നു, എടാ പണം പട്ടിക്കുണ്ടാവൂടാ, നിനക്കറിയാവുന്നു, നമ്മൾ പൈസ ഇല്ലാത്ത കാലത്താണ്. അപ്പോൾ എൻ്റെ അച്ഛൻ അപ്പുറത്ത് അച്ഛന് കൊച്ചു കച്ചവടമൊക്കെ ഉണ്ട് നാട്ടിൽ. അച്ഛൻ പറഞ്ഞു, എടാ മോനെ ഒരു പട്ടിക്കും പണം ഉണ്ടായിട്ടില്ല, മാട് പോലെ പണിയെടുക്കണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്ന് ഓരോ ദിവസവും രാവിലെ ഞാൻ അച്ഛനെ ഓർമ്മിക്കും. കാര്യം എന്താ പറയുക, ഒരു പട്ടിക്കും പണം ഉണ്ടായിട്ടില്ല. മാട് പോലെ പണിയെടുക്കുന്നവനും കഠിനാധ്വാനിക്കും മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാകൂ. അതിൻ്റെ ഇതാണ് രാജസ്ഥാൻ മാർബിൾസൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് നമ്മൾ മറന്നുപോകണ്ട. കാരണം അതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ എളുപ്പമുള്ള പണി, അങ്ങനെയല്ല. അപ്പം ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിജയകുമാറിൻ്റെ കാര്യം കൂടെ നമുക്ക് കേൾക്കണം. നിങ്ങൾ ഫ്ലവേഴ്സിലെയും 24-ലൂടെയും കാര്യങ്ങൾ നിങ്ങൾ കാണണം. നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് ഉണ്ടാകും. അമ്മമാർ പ്രത്യേകിച്ചും ഇത് കാണണമെന്ന് മാത്രമല്ല, നമ്മൾ ചില പുതിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മുഖ്യമന്ത്രി ഉറപ്പിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവർക്കെതിരെ അതിശക്തമായ നടപടി വരുന്നു എന്ന് പറഞ്ഞു. ആ നടപടി വരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ അടുത്ത നിമിഷം തന്നെ കേരളത്തിലെ റെയ്ഡുകൾ എണ്ണത്തിൽ വർദ്ധിച്ചു. മിക്കവാറും സ്ഥലങ്ങളിൽ ഹോസ്റ്റൽ മുറികളിലൊക്കെ തന്നെ പോലീസ് കയർന്നു ചെല്ലുന്നു. അപ്പോൾ എവിടെ വേണമെങ്കിലും പരിശോധിക്കട്ടെ, നമ്മളതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയേണ്ട, നമുക്ക് ആ ഒളിഞ്ഞിരിക്കുന്ന മാഫിയ സംഘ തലവന്മാരില്ലേ, അവരെ പിടിച്ചകത്തിടണം. അകത്തിട്ടാലേ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. പോലീസ് സേന ശക്തമാണ്. അതുകൊണ്ട് പോലീസിനെ നിങ്ങൾ സഹായിക്കുക, എക്സൈസുകാരെ സഹായിക്കുക, നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ അപ്പം നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ വിചാരിക്കും എനിക്കൊരു 250 കൊല്ലം കൂടി ഇനിയൊരു ജീവിതമുണ്ട്. എവിടെ അവസാനത്തെ ഊർത്തനെടുക്കുന്ന എപ്പോഴാണെന്നല്ല, 10 സെക്കൻഡ് ലാസ്റ്റ് വലിയുണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും വലിക്കാം. ആ വലിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ഉള്ളിൽ നിന്ന് ഉയർന്നു വരും, ഈ നാട്ടിൽ കുഴപ്പമില്ലാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്തോ മോനെ എന്ന് ചോദിക്കും. അപ്പോൾ വലിച്ചോണ്ട് പറയും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എങ്കിൽ പൊക്കോളാൻ പറയും. ലാസ്റ്റ് വലി തീരും. അപ്പോൾ അതുകൊണ്ട് അവസാന വലിക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യും. നിങ്ങളെല്ലാം വലിക്കാൻ പോകുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ ഒരുപാട് കാലം, ഈ ശർക്കരക്കാരൊക്കെ വളരെ നല്ല മനുഷ്യരായതുകൊണ്ട് ഒരുപാട് കാലം ജീവിക്കും. എനിക്ക് എൻ്റെ ആരോഗ്യം നോക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിനി മൈക്ക് വിജയകുമാറിന് കൈമാറുന്നു. എസ് വിജയകുമാർ നമ്മുടെ വാർത്താ അവതാരകനാണ്, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എപ്പോഴും അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. വേറെ ആരാ വിജയ പറയുന്നത്? ഈ നാട്ടിൽ കുറേ പേര് പറയാറുണ്ട്. അല്ല, ഇതിപ്പം ഈ വിഷയത്തിൽ വളരെ വിശദമായി SKN സൂചിപ്പിച്ചു. എനിക്കപ്പോൾ അതിൽ കൂടുതലായി എന്താണ് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ജീവിതം തന്നെ ഒരു ലഹരിയാണ്. അപ്പോൾ ആ ജീവിതം നന്നായി ജീവിക്കുക, അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ലഹരി. നമുക്ക് ഒഴിവ് സമയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പാട്ട് പാടാം, പാട്ട് പഠിക്കാം.
അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് കൃഷി ചെയ്ത് ആത്മസംതൃപ്തി അടയാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് യാത്ര ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഒഴിവ് സമയങ്ങൾ നന്നായി ഉപയോഗിക്കുക. അപ്പോൾ ഈ ധാരാളം സമയം കിട്ടുന്നവരാണ് ആ സമയത്ത് മറ്റു പല കാര്യങ്ങളിലേക്കും തിരിയുന്നത്. അങ്ങനെയാണ് ഈ ലഹരിയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ നമുക്ക് ഈ 24-ന് ഇപ്പോൾ ഈ SKN ഇപ്പം സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തും, അല്ലെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ഒരു യാത്ര നടത്തും. അതിനൊന്നും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അണികളെ സജ്ജരാക്കാൻ ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അത് സ്ഥിരമായി കാണാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരൊറ്റ മുദ്രാവാക്യവുമായി രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ നടത്തുന്ന ആദ്യത്തെ യാത്രയായിരിക്കും. ഇനി ഇതിന് ശേഷം അങ്ങനെ ഒരു യാത്ര മറ്റാരെങ്കിലും നടത്താൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ എന്നും എനിക്കറിയില്ല. ഇതിന്റെ പിന്നാലെ മറ്റു എല്ലാവരും വരും. എനിക്ക് തോന്നുന്നില്ല SKN അത്രയൊന്നും ആ മട്ടിൽ സമയവും മാൻ പവറും ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തൊരു ചൂടാന്ന്. അതാണ് അതും ഈ നമ്മൾ കുംഭത്തിന്റെ അവസാനം മീനത്തിലാണ് നമ്മൾ യാത്ര തുടങ്ങി. അപ്പൊ മീന ചൂടെന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം, പണ്ടത്തേനെക്കാട്ടിലൊക്കെ നമുക്ക് 40-42 ഡിഗ്രിയുടെ ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത് ശരീരത്ത്. അപ്പോൾ അത്രയും ഒരു കൊടും. നമ്മൾ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജയകുമാർ നമ്മുടെ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രേംനസീറിനെ പോലെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ആരെ പോലെ ഞാൻ പറയുന്നില്ല, അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഇത്രയും സമയവും ഈ പറഞ്ഞ പണവും അല്ലെങ്കിൽ ശേഷിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരം ഒരു യാത്ര ഇതിനു മുമ്പ് ആരും നടത്തിയിട്ടില്ല, ഇനി ആരും നടത്തുമെന്നും തോന്നുന്നില്ല. ഒരു ദിവസം എത്രയോ ഇപ്പം നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന കോർണർ മീറ്റിങ്ങുകൾ, അതിന് സമാനമായ എത്രയോ മീറ്റിങ്ങുകളാണ് ദിവസവും SKNന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന ചെറിയ ചെറിയ കവലകളിൽ അല്ലെ വായനശാലകളിൽ. ഞങ്ങളിപ്പോൾ ശ്രീനാരായണ ഗുരു സമാധിയിൽ പോയിട്ട് വരികയാണ്. അവിടെ സ്വാമിമാരുമായിട്ട് സംസാരിച്ചു. ചെല്ലുന്നിടത്തൊക്കെ കിട്ടുന്ന ഒരൊറ്റ ഫീഡ്ബാക്കാണ്, ഇതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നോ ഞങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് ക്ഷീണിക്കുകയാണെങ്കിൽ നമുക്ക് ആവേശം കിട്ടുന്ന വാക്കുകളാണത്. ആ വാക്കുകളിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടാണ് നമ്മൾ ഈ യാത്രയുടെ 2-ാം ദിവസം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 24-ന് നേരത്തെ ഇത്തരം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ജനങ്ങളുമായി കണക്ട് ചെയ്യുന്ന വാർത്തയല്ലാതെ ഒരു സംഗതി കൂടെ ഉണ്ട്. അതിൻ്റെ പേര് തന്നെ 24 കണക്ട് എന്നാണ്. അപ്പോൾ ആ 24 കണക്ട് വിവിധ കലാലയങ്ങളിൽ എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഞങ്ങളൊക്കെ അതിൽ ഈ ക്ലാസ്സൊക്കെ എടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പം 1-2 സ്കൂളുകളിലൊക്കെ ചെന്ന സമയത്ത് കിട്ടിയ ചില അനുഭവങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് പറയാം. അത് എല്ലാവരും പേടിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമെന്നുള്ളത്. പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, നമ്മളൊരു ജാഗ്രത, ഒരു ശ്രദ്ധ നമ്മൾ ഉണ്ടാകണം. അത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല, സ്കൂളിൽ. ഇപ്പോൾ ഒരു സ്കൂളിൽ ചെന്നപ്പം അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു കന്യാസ്ത്രീ അമ്മയാണ്. ആ അമ്മ എന്നോട് പറഞ്ഞത് ആ സ്കൂളിൻ്റെ, അത് കൊച്ചിയിലുള്ള സ്കൂളാണ് കേട്ടോ, ആ സ്കൂളിൻ്റെ സെക്യൂരിറ്റി ക്യാബിനിൽ ആ സ്കൂളിലെ മുതിർന്ന കുട്ടികൾ എല്ലാ ദിവസവും വരിവരിയായി പോകുന്നു വെച്ചാൽ അതിൻ്റെ മുന്നിൽ ഒരു ക്യൂ കാണുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, ഒരു അസമിൽ നിന്ന് വന്ന ഒരാളാണ്, ഒരു ഭായ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എറണാകുളത്ത് അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഒരു ഭായി അവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് ഈ മുതിർന്ന കുട്ടികൾ എല്ലാ ദിവസവും പോവുക. അപ്പോൾ ഈ കന്യാസ്ത്രീ അമ്മയ്ക്ക് ഒരു സംശയമുണ്ട്. അപ്പോൾ കന്യാസ്ത്രീ അമ്മ അവിടുത്തെ PTA പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പം അപ്രതീക്ഷിതമായ PTA പ്രസിഡന്റും ഈ കന്യാസ്ത്രീ അമ്മയും കൂടെ നേരെ ഒരു ദിവസം ഒരു 12 മണിയായപ്പം ഈ സ്കൂളിൻ്റെ സെക്യൂരിറ്റി ക്യാബിനിൽ പോയപ്പം ആ സെക്യൂരിറ്റി ഈ ഇതര സംസ്ഥാന തൊഴിലാളി അയാൾ ചെറിയ ചെറിയ പൊതികൾ അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പൊതികൾ ഇതിൽ മുഴുവൻ കഞ്ചാവാണ്, ലഹരിയാണ്. അത് സ്കൂളിലെ കുട്ടികൾക്ക് വിൽക്കുകയാണ്. 2 കാര്യം. ഒന്ന്, അയാൾ ഈ സ്കൂളിലെ കുട്ടികൾക്ക് വിൽക്കുന്നു തന്നെയല്ല, അതിന് തൊട്ടടുത്തൊരു കോളേജുണ്ട്. ആ കോളേജിലെ കുട്ടികൾക്ക് ആ കോളേജിൽ കൊണ്ട് കൊടുക്കാൻ ഈ കുട്ടികളെ കാരിയർ ആക്കുകയും ചെയ്യുന്നുണ്ട്. ഓർക്കണം, ഒരു സ്കൂളിൻ്റെ സെക്യൂരിറ്റി ക്യാബിനിലാണ് ഇത് നടക്കുന്നത്. ഒന്ന് ആ സെക്യൂരിറ്റി ജീവനക്കാരനെ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു, അവർ വേറെ ആളിനെ അവിടെ വെച്ചു. അതാണ് ഒരു സംഭവം. മറ്റൊന്ന്, എറണാകുളത്ത് തന്നെ മറ്റൊരു സ്കൂളിൽ ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് ബ്രേക്കിന് ശേഷം കുട്ടികളൊക്കെ ഇങ്ങനെ വളരെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അപ്പം 1-2 ദിവസം ഇതെന്തോ സാധാരണ കാഴ്ചയായി അധ്യാപകർക്ക് തോന്നി. പക്ഷേ തുടർച്ചയായി ഇത് മഴ വരുന്നുണ്ടല്ലേ, അപ്പോൾ തുടർച്ചയായി ഇത് ഇങ്ങനെ സംഭവിക്കുന്ന എന്താണെന്ന് നമുക്ക് പ്രശ്നമല്ല, നമുക്ക് ഗുണ്ടകളെ നേരിടാം. അതെ, അപ്പോൾ ഇവര് ഈ സ്കൂളിലെ രക്ഷിതാക്കളും അധ്യാപകരും കൂടി ആലോചിച്ച് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ അവര് സമീപ പ്രദേശങ്ങളിലെ കടകളൊക്കെ പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പം ഈ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ഈ വഴിയൂടെ പോകുന്ന കുട്ടികളെ ഈ അധ്യാപകർ പിന്തുടർന്നപ്പോൾ കുറേ ദൂരെ ഒരു കടയിൽ അവർക്ക് ഒരു പ്രത്യേകതരം മിഠായി കിട്ടുന്നുണ്ട്, ഒരു മധുരമുള്ള മിഠായി. ആ മിഠായി വാങ്ങി കഴിക്കുന്നവരൊക്കെ വീണ്ടും വീണ്ടും ആ കടയിൽ ചെന്ന് ഇത് വാങ്ങാൻ അവരൊക്കെ വീണ്ടും വാങ്ങാൻ അവർ തയ്യാറെടുത്ത് പോവുകയാണ്. ആദ്യ ദിവസങ്ങളിൽ ആൺകുട്ടികൾ മാത്രമാണ് ഇത് വാങ്ങുന്നത്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾ. അപ്പോൾ ഈ സ്കൂളിൽ ഉച്ചയ്ക്ക് ശേഷം കുട്ടികളാകെ
ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ മയങ്ങി ഉറക്കം തൂങ്ങി ഇരിക്കുന്ന കാഴ്ച. അതിൻ്റെ കാരണം കണ്ടുപിടിച്ചപ്പോഴാണ് ഈ സ്കൂളിൽ അടുത്ത് ഏതാണ്ട് 1-2 കിലോമീറ്റർ അളവിൽ 2 കടയിൽ ഈ ലഹരി മിഠായി വിൽക്കുകയാണ്. അപ്പോൾ ആ കടകൾ നാട്ടുകാരെല്ലാം PTA പ്രസിഡന്റിനെയൊക്കെ നേതൃത്വത്തിൽ കടകൾ അടിച്ചു തകർത്തു, പോലീസിനെ ഏൽപ്പിച്ചു, അവർ സംഭവം കൈകാര്യം ചെയ്തു. അപ്പോൾ അങ്ങനെ ജനങ്ങൾ ജാഗ്രതയോടെ ഇടപെട്ടു. അപ്പോൾ ഇന്നലെ SK നേരത്തെ പറഞ്ഞ പാറശാലയിൽ ഞങ്ങൾ ഇതുപോലൊരു മീറ്റിങ്ങിൽ വൈകിട്ട് സംസാരിക്കുമ്പോഴാണ് അവിടെ ഒരു മിഠായി, അതിൻ്റെ പേര് കൂൾ ആ സ്കൂളിൽ ആ സ്കൂളിലെ കുട്ടികൾക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല? അപ്പോൾ പറഞ്ഞു, അത് ഞങ്ങൾ അന്വേഷിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത്, ഇത് അന്വേഷിക്കാനൊന്നും നിൽക്കരുത്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, ആ കടയിൽ പരിശോധന നടത്തുക, കൈയോടെ പിടികൂടുക. ഇനിയിപ്പോൾ നമ്മുടെ സംശയം ആയിക്കോട്ടെ, നമ്മൾ ആ സംശയം ദൂരീകരിച്ചു പോകണം. അപ്പോൾ ഇപ്പോൾ പാലക്കാട് സമാന സംഭവം, പാലക്കാട് വയനാട് 2-3 ജില്ലകളിൽ നിന്ന് വാർത്തകളായി വന്നിട്ടുണ്ട്. അവിടെ ലഹരി മിഠായി കിട്ടുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ലഹരി മിഠായി നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ കൺമുന്നിൽ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കയ്യിലേക്ക് ഇത് വരികയാണ്. അപ്പോൾ നമ്മൾ ചെന്നെത്തിയിരിക്കുന്ന അപകടത്തിൻ്റെ ആഴം എത്രത്തോളം വലുതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വലിയ ജാഗ്രതയോടെ ഇടപെടേണ്ട സമയമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഈ യാത്ര ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന് എത്തി കേരളം മുഴുവൻ പര്യടനം നടത്തി വരുമ്പോഴേക്കും ഒരു ജനകീയ ജാഗ്രത, ജനകീയ സമിതികൾ എല്ലായിടത്തും ഉണ്ടാവുക. അവരിത്തരം ഈ മയക്കുമരുന്ന് ലഹരി സംഘങ്ങളെ നേരിടാൻ എന്ന് വെച്ചാൽ കായികമായി അവരെ നേരിട്ട് അവരെ അടിച്ച് ഓടിക്കുക എന്നുള്ളതല്ല. ഇനിയിപ്പോൾ അത് വേണോ വേണ്ടെന്നൊക്കെയുള്ളത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാം. നമ്മൾ നിയമം കയ്യിലെടുക്കാനൊന്നും നമ്മൾ ആരോടും പറയില്ല. പക്ഷേ ജനകീയ ജാഗ്രത ഉണ്ടാകണം എല്ലായിടത്തും. അത്തരം ജാഗ്രതാ സമിതികൾ ഉണ്ടാകണം. ആ സമിതികൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ PTA പോലെ തന്നെ പ്രവർത്തിക്കണം. സ്കൂളിൻ്റെ പരിസരങ്ങളിലാകെ നമ്മൾ പരിശോധിക്കണം. ആഴ്ചകളിൽ 1 വീതമെങ്കിലും ഇത്തരം ലഹരി നമ്മളുടെ സ്കൂളിൻ്റെ പടിയിലേക്ക് കയറുന്നില്ല, നമ്മളുടെ വീട്ടിലേക്ക് അവരെത്തുന്നില്ല, നമ്മളുടെ കുട്ടികളാരും അതിൻ്റെ ക്യാരിയർമാരാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ വലിയ സാമൂഹിക ജാഗ്രത വയ്ക്കേണ്ട ഒരു സമയമാണ്. അപ്പം അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ ഈ ജാഗ്രത, അത്തരമൊരു ജാഗ്രത ജനങ്ങളിൽ ഉണ്ടാകണം. പിന്നെ SK അത് സൂചിപ്പിച്ചു, ഈ നമ്മൾ നടത്തുന്ന യാത്രയിൽ നമ്മൾ കണ്ടെത്തുന്ന വിവരങ്ങൾ. ഇപ്പോൾ ശംഖുമുഖത്ത് ഞങ്ങൾ എത്തിയപ്പോൾ അവിടുത്തെ ഈ ലഹരി സംഘങ്ങളെ പറ്റി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അതൊക്കെ റിപ്പോർട്ടിലാക്കും. ഞങ്ങളുടെ ഒരു റിസർച്ച് വിങ് ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഇതൊരു സമഗ്രമായ റിപ്പോർട്ടാക്കും. ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഞങ്ങളത് കൈമാറുകയും ചെയ്യും. അങ്ങനെ ഒരു മാധ്യമം എന്ന നിലയിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഏതറ്റം വരെ പോകാമോ ആ അറ്റം വരെ ചെന്നുകൊണ്ട് ഈ വിപത്തിനെ അതിനെ വേരോടെ പിഴുത് അതിനെ ഈ സമൂഹത്തിൽ അതിൻ്റെ അന്ത്യം കാണുന്നവരെ ഒരു പോരാട്ടം അതുതന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കൊക്കെ അപ്പുറം ഇത്രയും മാൻ പവർ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത്, ഇത്രയും ഒക്കെ റിസോഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കേരളമാകെ ഒരു യാത്ര ചെയ്യുന്നത് നമ്മൾ വളരെ അതിക്രമിച്ചിരിക്കുന്നു സമയം. നമ്മൾ ഇത്തരം ഈ വിപത്തിനെതിരെ പോരാടേണ്ട. അപ്പോൾ അതിന് ഒരു മുൻകൈ എടുക്കുക, അതിന് ജനങ്ങളെ ഒന്ന് പ്രബുദ്ധരാക്കുക, ജനങ്ങളെ അണിനിരത്തുക. അപ്പോൾ അവരോട് ഇതൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ കുറച്ചേ ഉള്ളൂ. പലതും നമുക്ക് പറയാൻ പോലും കഴിയില്ല. ഒരു സദസ്സിലോ ഒരു പ്രേക്ഷകർക്ക് പറയാൻ കഴിയാത്ത തരത്തിൽ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോലീസിന് അറിയാം, അവർ ഇടപെടട്ടെ. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു ഇടപെടലിനും പോലീസിൻ്റെ ഇടപെടലിനൊപ്പം ജനങ്ങളുടെ ഇടപെടലിനും സമൂഹത്തിൻ്റെ ജാഗ്രതയ്ക്കും ഉതകുന്ന തരത്തിൽ ഈ സമൂഹത്തെ സജ്ജരാക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. നമുക്ക് സമയം ഒരുപാട് കഴിഞ്ഞു. നമുക്ക് എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അലങ്കാരമൊന്നും വയ്ക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ പേരെന്താന്ന് ചോദിക്കുന്നെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൽ പേരുകൾ ഇടുന്ന പല രീതിയിലാണ്. അങ്ങനെയൊന്നും പറയാതെ എന്താണ് തൻ്റെ പേര് എന്ന് ചോദിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന്, മഴയൊക്കെ വരുന്നുണ്ട്, മാത്രമല്ല ഈ മഴയൊക്കെ ഒരു സിഗ്നലാണ്, ഈ പ്രസംഗം നിർത്തിക്കോളൂ. വിജയൻ്റെ ആ തലയിൽ 2 തുള്ളി വീണായിരുന്നു, അതാ വിജയൻ പെട്ടെന്ന് നിർത്തിയത്. വിജയ വീണായിരുന്നോ? ഉറപ്പ് അത് വീഴും. എൻ്റെ തലയിൽ 4 തുള്ളി വീണ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മൈക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. അതെ അതെ, വിജയൻ എങ്ങോട്ട് പോവാ? ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് മാർച്ച് 18 2020 മാർച്ച് 18 സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഭാരതത്തില്. അപ്പൊ ഇതൊരു തുടക്കമാണ്. ഒന്ന്. രണ്ടാമത്തെ ലോക്ക്ഡൌണിന്റെ തുടക്കം വേണ്ട നമുക്ക്. അല്ലല്ല, ഇതൊരു തുടക്കമാണല്ലോ. നല്ലൊരു തുടക്കമാണ്. ഇത് നമ്മുടെ 2ാം ദിവസമാണ്. സെക്കൻഡലി വളരെ ശക്തിയുക്തം പറയാണ്, മുഖ്യമന്ത്രിയുമായിട്ടൊരു ഇത് നടത്തിയല്ലോ, അത് കണ്ടിരുന്നു.
സത്യത്തിൽ വളരെയധികം എന്താ പറയുക രോമാഞ്ചമായി പോയെന്നുള്ള അത്രയും വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം തന്ന മറുപടി മാത്രമല്ല എനിക്കും ഉണ്ടായില്ലേ, അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് പറയുകയാണ്. ഒന്ന്, ഇനി സെക്കൻഡ്, ഈ പത്മഭൂഷൺ പ്രേംനസീർ സാറിന്റെ മണ്ണിൽ വന്ന അങ്ങേക്ക് 1000 ആശംസകൾ. പിന്നെ ഇനി പറയുന്നത്, ഈ പലരിടത്തും ചോദിച്ചു ആരാണ് മാറേണ്ടത്, കുട്ടികളാണോ മാറേണ്ടത്, ഹൂ ഇസ് ദ കൾപ്രിറ്റ്, കുട്ടികളാണോ മുതിർന്നവരാ മാറേണ്ടത്, മുതിർന്നവർ. അതെ, നമ്മൾ തമ്മിൽ സംസാരം അങ്ങനെ ആയിരിക്കണം. പണ്ട് കാലത്ത് അതായിരുന്നു. പണ്ട് കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നില്ല, ഇല്ല, നോ, നെവർ എവർ. അപ്പം മാത്രമല്ല, ഈ വയസ്സന്മാർ തമ്മിൽ തന്നെ സംസാരിക്കണം, അത് കേൾക്കണം കുട്ടികൾ, ഈ പരിസരം കേൾക്കണം. ഇത് അങ്ങനെയല്ല, തമ്മിൽ തന്നെ തെറി വിളിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറും. അപ്പോൾ ഇതിനകത്ത് ഇനി ആരെങ്കിലും ഈ ഫില്ലപ്പ് ചെയ്യാൻ, കാരണം നിങ്ങളെ ചില സമ്മാനങ്ങളും കാത്തിരിക്കും. ഇതിനകത്ത് നമ്മൾ ഈ ലഹരിക്കിടയിൽ ഓണത്തിനിടെ പുട്ടുവച്ചോടം എന്ന് പറഞ്ഞല്ലേ ചില ചില്ലറ പരിപാടികളുണ്ട്. നമസ്കാരം. ചെറിയങ്കീഴ് നിവാസികൾക്ക് എല്ലാവർക്കും തന്നെ നമസ്കാരമുണ്ട്. മാത്രമല്ല, ഈ പ്രോഗ്രാം ഇവിടെ ശരിക്കും എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് വിശ്വകൃഷ്ണൻ സാറാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ശ്രീകണ്ഠൻ നായർ സാർ വരുന്നു പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു അഭിമാനം തോന്നി. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ശ്രീകണ്ഠൻ സാറ് ശരിക്കും എന്താ പറയുക, ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ട്. സത്യം പറഞ്ഞാൽ എത്ര അച്ചടക്കത്തോടു കൂടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നിട്ട് അല്ലേ, എന്നിട്ട് ഈ സാറിനെ കുറിച്ച് മിമിക്രിക്കാരും ബാക്കിയുള്ളവരും ചുമ്മാ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും എൻ്റെ വൈഫ് ഇപ്പോൾ ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സാർ തുള്ളി നടക്കുന്ന ആളാണ്. സാറിനെ നേരിട്ട് കണ്ടപ്പോഴാണ് തുള്ളി നടക്കുന്ന ആളല്ല, നാടിന് പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം ചെറിയങ്കീഴുകാരും ഈ ലോകത്തെമ്പാടുമുള്ള, ശരിക്കും ചെറിയങ്കീഴുകാർ മാത്രമല്ല കേരളത്തെമ്പാടുമുള്ള എവിടെയാ കന്യാകുമാരി മുതൽ കാസർഗോഡിലുള്ളവർ മനസ്സിലാക്കി തുടങ്ങി സാറിൻ്റെ ഈ ചാനലിൻ്റെ ഈ പരിപാടി. അതുകൊണ്ട് സാറിൻ്റെ ഈ ദൗത്യം വൻ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ശാർക്കര അമ്മയുടെ നാമത്തിലും നല്ലവരായ ചെറിയങ്കീഴുകാരുടെ നാട്ടുകാരുടെ പേരിലും ഞാനത് സാറിന് വിജയം വരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങ് നേരത്തെ നടത്തിയ ആശംസ വലിച്ചിട്ടുണ്ടോ? വലിച്ചിട്ടുണ്ട്, ഒരുപാട് വലിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ഞാൻ ഫെഡറൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പാവപ്പെട്ട സ്ത്രീ അവിടെ വന്നിരുന്നു, വിശ്വനാഥൻ അറിയാം. അപ്പോൾ അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് വന്നിരുന്നു. സാറ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിച്ചാൽ നിങ്ങൾ ബാങ്കിനെ സമീപിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ക്ലോസ് ചെയ്യണ്ടേ, വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ വലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദൗത്യം വിജയിക്കും. ഫെഡറൽ ബാങ്കിലെ വർക്ക് ചെയ്യുന്നത് എന്റെ മുഖത്തൊക്കെ എന്റെ കണ്ണുകളിലേക്ക് നോക്കി എനിക്കൊരു 100 കോടി അടിക്കട്ടെ എന്ന് പറയും. 100 കോടിയല്ല, 1000 കോടി അടിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, ഈ 100 കോടി അങ്ങയുടെ വാക്കുകളിലൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ മാഫിയ സംഘങ്ങളെ പിടിച്ചകത്തിടാൻ വേണ്ടി ആ 100 കോടിയും ചെലവാക്കും. ഓക്കെ ബിഗ് ക്ലാപ്പ് കൊടുക്കണല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഭാര്യയോട് ചോദിച്ചിട്ടൊന്ന് പ്രവചിച്ചേര്. നമുക്ക് ഭാര്യ ഞാൻ കിടന്ന് തുള്ളുന്നൊക്കെ ഇദ്ദേഹം അത് കൂടുതൽ പറയുന്നത് സാറിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം നമ്മൾ തമ്മിൽ അത് കാണുന്ന ഏറ്റവും വലിയൊരു പ്രേക്ഷകയാണ് ഞാൻ. അന്ന് ഞാൻ തുള്ളിയിരുന്നു, വയസ്സൊക്കെ ആയില്ലേ. ഇപ്പത്തെ പ്രോഗ്രാം ഒന്നും അത്ര തുള്ളുന്നില്ല, എന്നാലും വേണ്ടില്ല. അതെന്താറിയോ, ഇവർ രണ്ടുപേരും മിക്കവാറും എന്റെ കൂടെ ഉണ്ട്. ഇവർ സമ്മതിക്കത്തില്ല, ഇവരിട്ട് എന്നെ കുത്തിക്കൊണ്ടിരിക്കും തുള്ളായിരിക്കാൻ. അങ്ങനെ അറിയാവുന്ന. അപ്പൊ ഞാൻ ഒറ്റ ചോദ്യം, നിങ്ങൾ തുള്ളുന്നതാണോ ഇഷ്ടം തുള്ളാതാണോ ഇഷ്ടം? ഇപ്പൊ ഞാൻ തുള്ളി തുടങ്ങും. കാര്യങ്ങൾക്ക് വേണ്ടി തുള്ളുന്നതിന് തെറ്റില്ല. വിജയകുമാറേ, മര്യാദക്കാരനാവൂ, കേട്ടു നോക്കൂ. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. അപ്പൊ വല്ലതും പൂരിപ്പിക്കാറുണ്ടെ തുണ്ട് കടലാസ് വിടണം. നമ്മൾ തുണ്ടിട്ട് പരിചയമുള്ളവരാ. സാറിന്റെ ഈ പ്രോഗ്രാമിന് 1000 എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം എത്ര വേണോ, എങ്ങനെ വേണം, ഇനിയുള്ള തലമുറ ഒരുപാട് കഷ്ടം ഇനി നമ്മൾ പാടില്ല. നല്ല രീതിയിൽ വരണം. തീർച്ചയായിട്ടും. താങ്ക് യു. വേറെ ആരെങ്കിലും എന്തെങ്കിലും? അവരാണ് അഭിപ്രായം പറയേണ്ടത്. എന്താ പേര്? എന്റെ പേര് അമുദ. അമുദ. വീട് എവിടെയാ? വീട് രാജസ്ഥാൻ മാർബിളിന്റെ തൊട്ട് അടുത്തായിട്ട്. എല്ലാരും അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നത്. സാർ, ഞാൻ പറയുന്നത് അമുദയുടെ പേരിന്റെ അർത്ഥം എന്തുവാ? താമര. ബിജെപിക്കാരിയാണോ? അല്ലല്ല, എനിക്ക് പാർട്ടിയില്ല. എല്ലാ പാർട്ടിയും നമുക്കും പാർട്ടിയില്ല. ഞാനൊരു ചെറിയ വേതനത്തിന് ലൈബ്രറിയിൽ വർക്ക് ചെയ്യും. പക്ഷെ ആ ലൈബ്രറി എപ്പോ എന്റെ തല വീഴുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അതെന്തുവാ? അത് അങ്ങനത്തെ ഒരു പരുവത്തിലിരിക്കുകയാണ് ആ ലൈബ്രറി. അത് എന്ന് വെച്ചാൽ അതിനകത്ത് ഇരുന്നേ പറ്റുള്ളൂ. എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ അവിടെ പോയെങ്കിലേ പറ്റൂ. നിസ്സാരമായ ചെറിയ ശമ്പളമാണെങ്കിലും എനിക്ക് അതുണ്ടെങ്കിലേ ജീവിക്കാനും പറ്റും. എനിക്ക് വേറെ വരുമാനം
അത് പറ്റില്ല സാർ. നമ്മൾ ജോലി ചെയ്ത് തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം ഞാൻ 75 രൂപയ്ക്കാണ് ആദ്യമായിട്ട് അവിടെ ലൈബ്രറി കയറുന്നത്. ഇപ്പം 3820 രൂപ. അത്രേ ഉള്ളൂ. അതും എന്താ പാലൂന്ന് നമ്മുടെ പ്രേം നസീർ പിന്നെ TV ഒക്കെ വാങ്ങിച്ചു തന്ന നല്ല ഒരു ഗ്രന്ഥശാലയായിരുന്നു. പക്ഷേ വസ്തുതർക്കത്തിൻ്റെ പേരിൽ അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ്. ദയവ് ചെയ്ത് അതിനൊരു മാർഗ്ഗരേഖ എനിക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഞാൻ ചാവുന്നതിന് മുമ്പ് എനിക്കത് നല്ലൊരു കെട്ടിടമായിട്ടിരിക്കും എന്നൊരു ഒരു ഓർമ്മയോടുകൂടി എനിക്ക് മരിക്കാൻ പറ്റും. പിന്നെ ഇനി ഒന്ന് പറയാനുള്ളത്, ആ ലൈബ്രറിയുടെ വിശദാംശങ്ങൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ കൊടുത്തു കഴിഞ്ഞാലേ ആ ലൈബ്രറിയിൽ എന്തെങ്കിലും അത് ഞങ്ങൾ ശരിയായി കൊടുക്കാം. പല പ്രാവശ്യം ഗവൺമെന്റ് പറഞ്ഞതാണ്, നാളിതുവരെയായിട്ട് നടന്നിട്ടില്ല. കാരണം സാറ് ഞാൻ എൻ്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ ലൈബ്രറി. അന്ന് ഞാൻ അവിടെ അവിടെ കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റൂ. എന്ത് ചെലവ് വന്നാലും അത് നോക്കിക്കോളൂ. 75 ഞാനന്ന് അവിടെ കയറുമ്പോൾ 75 രൂപയല്ല ഞാൻ നോക്കിയത്. ഒരു ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഗ്രന്ഥങ്ങളാണ്. നിങ്ങളുടെ പ്രശ്നം തീർന്നു, ഇനി ഒന്നും പറയാനില്ല. ഇനി പ്രശ്നം തുടങ്ങുന്ന വിഷ്ണുഗുപ്തനാണ്. പിന്നെ സാർ ഒരു കാര്യം കൂടി, വേണ്ട പിന്നെ നമ്മളിപ്പോ ഇതിപ്പോ 14 ജില്ലയിൽ സാർ ഇറങ്ങുന്നുണ്ടല്ലോ. പക്ഷെ ഗ്രാമത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ചിറയൻകീഴിൽ വാർഡ് ബേസ് ആയിട്ട് ഓരോരോ യൂണിറ്റ് ഉണ്ടാക്കി അതിന് കുടുംബശ്രീ പെണ്ണുങ്ങളെ ഇറക്കി അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിജയം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്ന് നമ്മളുണ്ടാക്കും. പിന്നെ ഇനി പിന്നാലെ കൂടിക്കോളൂ. അത് ഞാൻ വിളിക്കും. എനിക്ക് തോന്നുന്നത് വിഷ്ണുഗുപ്തന് അങ്ങനെ തന്നെ വേണം അല്ലേ? മാത്രമല്ല നിങ്ങൾക്ക് വേറെ ആണ്ട് വരായിരുന്നു കേട്ടോ. ഇതെങ്ങനെ തട്ടി നീങ്ങി പോയെന്ന് വെച്ചോണ്ടാൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കാര്യം അതേ ഏറ്റു. സർക്കാർ പെർമിഷൻ കിട്ടിയാൽ അദ്ദേഹം ചെയ്തു തരും കേട്ടോ. കാരണം അദ്ദേഹം വാക്ക് പറഞ്ഞാൽ വാക്കാ. ആന പിടിച്ചേളാത്ത മനസ്സാ. റെഡി. സാറേ, എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം? വിഷ്ണുഭക്തനോട് പറയേണ്ടതാണെങ്കിൽ എന്നോട് പറഞ്ഞു. എല്ലാരും കേൾക്കണം. പറഞ്ഞോളൂ ചേട്ടാ, ചുരുക്കി പറ. നമ്മളിപ്പോ ഉടനെ പോകും. കാര്യം അടുത്ത സ്ഥലത്തെത്താൻ സമയം, മഴയുണ്ട്. ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. എന്റെ മനസ്സിന്റെ ഉള്ളിലിരുന്ന് സംസാരിച്ച് എന്നെ ദുഃഖപ്പെടുത്തുന്നു. എന്താണോ അത് മനസ്സിന്റെ ഉള്ളിൽ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് സംസാരിച്ച് എന്നെ വയലന്റ് ആക്കി എന്നെ ദുഃഖപ്പെടുത്തുന്നു. ഈ ദുഃഖപ്പെടുത്തുന്നത് കാരണം ഞാൻ പോലീസിലും മറ്റൊക്കെ പരാതികൾ കൊടുത്തു. പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ട് ഈ വിഷമപ്പെടുത്തുന്ന പ്രതികളെ പിടിക്കാൻ പോലീസ് തയ്യാറല്ല. പോലീസ് തയ്യാറാക്കണം സാറ്. കാരണം അറിയുമോ, അതിന്റെ പേപ്പർ കാര്യങ്ങളെല്ലാം ഞാൻ സാറിന് തരാം. ഞാൻ ഒരാൾ മാത്രമല്ല ഈ സംസാര ദുഃഖം നമ്മുടെ ഈ നാട്ടിനകത്ത് ഒരുപാട് ആളുകൾ അപ്പൊ ആ ദുഃഖം ഒന്ന് തീർക്കാൻ പരിഹരിക്കണം. ഇനിയിപ്പോ നമ്മൾ ഈ മഴ വരുന്നു, അതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ ആൾക്കാർ നമ്മൾ വേറെ അവസരത്തിൽ ശാർക്കര വരാം. കാര്യം പ്രേം നസീറിന്റെ മണ്ണിൽ നമ്മൾ വരും വീണ്ടും. ഇനി നറുക്കെടുപ്പും മകാമകം. അപ്പം നറുക്കെടുക്കാൻ പറ്റിയ ഒരു കുട്ടിയെ നമ്മൾ വിളിക്കുന്നു. ഒരു കുട്ടി ആരാ? അപ്പോൾ ഇനി ഒരു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗ് നിങ്ങൾക്കറിയാമല്ലോ. ഫ്ലവേഴ്സിൽ രാത്രി 7 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന എല്ലാ ദിവസവും കാണുന്ന ഒരു പരിപാടിയാണ്. അതിലെ 3 ഗായകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പാട്ട് കൂടി നമുക്ക് കേൾപ്പിക്കണം. അതോടെ നമ്മൾ പിരിയും. പിന്നെ നിങ്ങളുടെ ഇരിക്കുന്നവർ ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചില്ലുള്ള കുഴപ്പം തട്ടുദോശ തന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും. ഓക്കെ. ഹൗ ആർ യു? ഹലോ, ഷേക്ക് ഹാൻഡ് മോനെ കുട്ടാ. അപ്പൊ ഒന്ന് കുലുക്കിയത്. ഒന്ന് കുലുക്ക്. ആഷ്മി വരും. ഇറക്കി. ചങ്കിടിച്ചു പോയി. മോനെ ഒരെണ്ണം എടുത്തോ. മോനെ ഒരെണ്ണം എടുത്തു. കൈയിട്ട് ഒരെണ്ണം എടുത്തു. അവനെ വിഷമിപ്പിക്കണ്ട. അവന് ഇഷ്ടമുള്ള എടുക്കട്ടെ. ഭാഗ്യശാലി ആരെന്നറിയാൻ മ്യൂസിക് ഇത്തിരി കൂട്ടിയിട്ടോളൂ. കറക്റ്റ്.
അല്ല ഈ ചേട്ടനാണ് എൻ്റെ ആള്. ഈ മാമന് റാഗിലാറ്. റാഗിലുണ്ടോ ഇവിടെ? റാഗിലുണ്ടോ? അപ്പൊ റാഗിൽ ഇല്ലെങ്കിൽ ആരാണെന്ന് ഫോൺ നമ്പറുണ്ട്. നമ്മള് ജില്ലാ നറുക്കെടുപ്പാ, തിരുവനന്തപുരം ജില്ലയുടെ നറുക്കെടുപ്പാ. അതാണല്ലേ നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ കിട്ടിയതെല്ലാം കൂടിയുള്ള നറുക്കെടുപ്പാണ്. മൊത്തം കൂടെ ഉള്ളതാ റാഗിൽ. ട്രിവാൻഡ്രം ജില്ലയിലെ ഭാഗ്യവാൻ. എവിടേക്കാ പോകുന്ന സ്ഥലം ഒന്നുകൂടെ പറഞ്ഞേ. അത് സിംഗപ്പൂർ ക്രൂയിസ് ആണ്. ലോകത്തിലെ ഏറ്റവും ലോകോത്തര ക്രൂയിസ്. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ സിംഗപ്പൂരിലേക്ക് എത്തിച്ചേരുന്നു. സിംഗപ്പൂരിൽ നിന്ന് അത് 2 രാത്രിയും 3 പകലും ഉൾപ്പെടെയുള്ള ക്രൂയിസ് യാത്ര. ഇതെല്ലാ ചെലവുകളും ഉൾപ്പെടെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. വെനീസ് റോയൽ ടൂർസിന്റെ വക ഈ ശ്രീകണ്ഠന്റെ ഈ ഉദ്യമത്തിന് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഇതോടുകൂടി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സപ്പോർട്ട്, താങ്ക് യു. അപ്പൊ എന്തായാലും ഈ മോനെ കുട്ടാ പതുക്കെ ഓക്കെ റെഡി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. കൺഗ്രാജുലേഷൻസ് ആ കക്ഷി അല്ലേ. ഹലോ കൺഗ്രാജുലേഷൻ. താങ്കൾ വിദേശ യാത്രയ്ക്ക് തയ്യാറെടുത്തുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് പറയൂ, കേൾക്കുന്നു. എവിടെയാ ഉള്ള ഇപ്പോ? നെടുമങ്ങാട് എത്തിയോ? ഓക്കെ. അപ്പൊ താങ്കൾ വിജയിയായിട്ടുണ്ട്. അപ്പൊ താങ്കളെ ഒരു വിദേശ യാത്രയ്ക്ക് ഒരുക്കുന്ന ആളിന്റെ 2 വാക്ക് കേട്ടുള്ളൂ. രാഗിലെ, ഇത് ഞങ്ങളുടെ വക വെനീസ് റോയൽ ടൂർസിന്റെ ഒരു യാത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നമ്പറും എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങും. അപ്പോൾ നിങ്ങൾ ഒരു സിംഗപ്പൂർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ 26 പുറപ്പെടുന്ന ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിക്കോളൂ. കൺഗ്രാജുലേഷൻ. പിന്നാലെ പോയി ഒരു ലോട്ടറി കൂടെ എടുത്തോളൂ അല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മുടെ ബാങ്ക് പറഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു. നമുക്കപ്പോൾ ഇനിയിപ്പോൾ പാട്ട് പാടുന്ന ഞാൻ വരാം. പറഞ്ഞോ അങ്ങ് പറഞ്ഞോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മൾ പാട്ട് ആരാ ആദ്യം പാടുന്നത്? അപ്പോൾ വിഷ്ണുഭക്തൻ, താങ്ക് യു. ലൈബ്രറി കേസിനും എല്ലാം നന്ദി. അങ്ങ് സന്തോഷവാനാണെന്ന് ഞാൻ അറിയുന്നു. വളരെ സന്തോഷനാണ്. നമുക്ക് നമ്മുടെ സമാപനത്തിന് പോകണം കാസർഗോഡ്. ഓക്കെ, ശരി.